നമസ്കാരം. ഓൾഡ് മാസ്റ്റർ കാങ് മാർക്കിനോട് തനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതും മാർക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ മാസ്റ്റർ? മാർക്ക്, നീ ഈ സെയിൻറ്റ്ലി കിങ്ഡത്തിലെ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. മാസ്റ്റർ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ആലിസ്റ്റർ ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അന്തരീക്ഷത്തിലെ മാറ്റം ഞാൻ കണ്ടതാണ്. ഒരു കൺട്രോള് എവിടേക്കോ വരുന്നു എന്നൊരു തോന്നൽ. മാർക്ക്, ഈ സെയിൻറ്റ്ലി മേഖലയിൽ ആക്ച്വലി 2 സെയിൻറ്റ്ലി കിങ്ഡങ്ങൾക്കാണ് ഇപ്പോൾ സെയിൻറ്റുകളില്ലാത്തത്. ഞാൻ നേരത്തെ നിന്നോട് സൂചിപ്പിച്ചു, ബ്ലാക്ക് കുടുംബത്തിൻ്റെ ആ സെയിൻറ്റ്ലി കിങ്ഡത്തിനും പിന്നെ ഇവിടെ ഈ ചെൻ ഷുവാങ്ങിൻ്റെ സെയിൻറ്റ്ലി കിങ്ഡത്തിനും ഇതിലൊന്നിൽ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരാൾ അധികാരം സ്ഥാപിച്ചിരിക്കുകയാണ്. മാസ്റ്റർ, അധികാരം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ആ ആളുടെ കൈവശം 81 സെയിൻറ്റ്ലി ഹാർട്ടുകളും എത്തിക്കാണമെന്നല്ലേ? അതെ മാർക്ക്, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാസ്റ്റർ, അത് ആ മാസ്കൂച്ച സ്ത്രീയാണ്. ശരിക്കും ഒരു ഊഹം പോലെയാണ് മാർക്ക് അത് പറഞ്ഞത്. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു, മാർക്കിന് ആ മാസ്കൂച്ച സ്ത്രീയെ അറിയാമല്ലേ, അല്ലെങ്കിൽ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? മാസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മാസ്കൂച്ച സ്ത്രീയെ കുറിച്ച്. അവരും ഈ സെയിൻറ്റ്ലി ഹാർട്ടുകൾ തപ്പി നടക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. അതെ മാർക്ക്, മറ്റെല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് അവര് 81 ഹാർട്ടുകൾ നേടി സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ ആധിപത്യം ഉറപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞ വാർത്ത. 81 സെയിൻറ്റ്ലി ഹാർട്ടുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ആ മാസ്ക് വെച്ച സ്ത്രീ ഇതിലേത് സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ തലപ്പത്തേക്കാണ് വരുന്നതെന്ന് മാത്രം കാങ് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മാർക്ക് ഇപ്പോൾ അറിയുന്നത്. ഈ ചെൻ ഷുവാങ്ങിന്റെ സെയിൻറ്റ്ലി കിങ്ഡത്തിന്റെ അധിപതിയായിട്ടാണ് അവർ വരുന്നതെങ്കിൽ ഉറപ്പായും അവര് ഇവിടെ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും ചെയ്യും. മാർക്ക് അവരുമായി ഏറ്റുമുട്ടാൻ നിർബന്ധിതനാവുകയും ചെയ്യും. പലതരം ചിന്തകൾ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഓൾഡ് മാസ്റ്റർ കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾക്കൊക്കെ ആ ഹെവൻലി സിനിൽ പോയതിനു ശേഷം ശക്തി ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. മാർക്ക്, നിന്റെ ശക്തി വർദ്ധിച്ചതായി തോന്നുന്നില്ലല്ലോ? മാർക്കിനെ ഒന്ന് സ്കാൻ ചെയ്തിട്ടാണ് ഓൾഡ് മാസ്റ്റർ കാങ് അങ്ങനെ പറഞ്ഞത്. അതെ ഓൾഡ് മാസ്റ്റർ, എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ 9ാമത്തെ ലെവലിൽ സ്റ്റക്ക് ആയതുപോലെയാണ്. മാർക്ക്, ഏതൊരാളുടെയും ശക്തി ശരിക്കും അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുമ്പോഴേ അതുകൊണ്ട് ഗുണമുണ്ടാവും. പീക്ക് ലെവൽ എന്ന് പറയുന്നത് 10th മുതൽ 15th വരെയാണ്, അറിയാമല്ലോ. അപ്പോൾ ഈ ഡാവോ ലെവലിനെ ഏറ്റവും ശക്തനായി നീ മാറണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് പീക്ക് ലെവലിലേക്ക് കടക്കണം. നീ പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യണം. മാസ്റ്റർ, ഞാൻ ശ്രമിക്കഴിഞ്ഞിട്ടല്ല, പക്ഷെ പറ്റുന്നില്ല. മാർക്ക്, എനിക്ക് തോന്നുന്നത് നിന്റെ കൾട്ടിവേഷന്റെ ഒരു വിഷയം അതിനകത്തുണ്ടെന്നാണ്. നീ പലതരത്തിലുള്ള കൾട്ടിവേഷൻസ് നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിന്റെ ബോഡി അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാ മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഒരു കൾട്ടിവേഷനിൽ ഊന്നിയാലേ ശരിക്കും പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മാർക്ക്, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ നിന്റെ കൾട്ടിവേഷൻ മെക്കാനിസം മാറ്റൊന്നും വേണ്ട. ചിലപ്പോൾ എല്ലാ കൾട്ടിവേഷൻസും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആളെന്ന നിലയിൽ നിന്റെ ബ്രേക്ക് ത്രൂ ചിലപ്പോൾ നിന്നെ വളരെ ഉയരേക്ക് കൊണ്ടുപോയേക്കും. ഇതേ വാചകം മാർക്കിനോട് നേരത്തെ പറഞ്ഞത് റിയ ആലിസ്റ്റർ ആണ്. റിയ മാർക്കുമായി അവിടെ ആ ഫൈറ്റ് സംഘടിപ്പിക്കുമ്പോൾ മാർക്കിന്റെ ശക്തി അളന്ന റിയ മാർക്കിനോട് പറയുകയും ചെയ്തു, മാർക്ക് എത്രയും പെട്ടെന്ന് പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മാർക്കിന്റെ ബലഹീനതയും ശക്തിയും റിയ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാർക്ക് അതിശക്തനാണ്. ആ ഡാവോ കോൺഷ്യസിലെ 9th ലെവൽ വരെയുള്ള ഏതൊരാളുമായും മാർക്കിന് പിടിച്ചിരിക്കാൻ പറ്റും. മാർക്കിനെ ആ 9th ലെവലിനകത്തുള്ള ഒരാൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നത് സത്യസന്ധമായ വസ്തുതയാണ്. പക്ഷേ 9th ലെവലിൽ നിന്ന് 10ലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അതൊരു പവർ ബ്രേക്കിംഗ് ആണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത ആൾക്ക് മാർക്കിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാനാവും. അതുകൊണ്ടാണ് റിയ മാർക്കിനോട് മാർക്ക് പീക്ക് ലെവലിലേക്ക് കടക്കണമെന്ന് പറഞ്ഞത്. പീക്ക് ലെവലിലേക്ക് കടക്കാനുള്ള മാർക്കിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും റിയയ്ക്ക് മനസ്സിലായി. റിയ മാർക്കിനോട് എന്തായാലും ഒരു ശ്രമം നടത്താനായി പറഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പിരിഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വേറെ ഒരു വിഷയം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് എനിക്കറിയില്ല. നിന്നെ ഇപ്പോൾ ആ 3 ശക്തികളും നോട്ടപ്പെട്ടിരിക്കുകയാണ്. ആ പാത്ത് ഓഫ് ഹെവൻ അക്കാഡമിയും അതുപോലെ ഗാർഡിയൻ ഓഫ് ഓർഡറും അതുപോലെ ആ ഡോംബ് ടീമും അവർ 3 പേരും നിന്നെ ടാർഗറ്റ് ചെയ്യാൻ കാരണമായി എനിക്ക് തോന്നുന്നത് നിന്റെ കയ്യിലെ ആ മോതിരമാണ്. ആ മോതിരത്തെക്കുറിച്ച് കാങ് അറിയുന്നത് ആ ഹെവൻലി സിൻ എക്സ്പ്ലോറേഷൻ സമയത്ത് നടന്ന സംഭാഷണത്തിൽ നിന്നാണ്. മാർക്കിന്റെ കൂടെ ഉണ്ടായിരിക്കുകയും മാർക്കിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്ത ആ ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ ജി യങ് മാർക്കിനെ ടാർഗറ്റ് ചെയ്തത് ആ മോതിരത്തിന് വേണ്ടിയാണെന്ന് അന്ന് അവരെല്ലാം അറിഞ്ഞതാണ്. മാർക്കിന്റെ കയ്യിലുള്ള ആ സോൾ സപ്രസിംഗ് റിംഗ്, ആത്മാക്കളെ അടിച്ചമർത്തി വെക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആ മോതിരം ഈ പ്രപഞ്ചത്തിൽ അപൂർവമായി മാത്രം ലഭ്യമാകുന്ന ഒരു ആർട്ടിഫാക്റ്റാണ്.
ആ ശൈലിയിൽ മൂന്നേ സാധനങ്ങളേ ഉള്ളൂ. അതിലൊന്നിപ്പോൾ മാർക്കിന്റെ കൈവശമുണ്ട്. അത് കയ്യിൽ കിട്ടാൻ ഏതൊരാളും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ആ 3 അതിശക്തമായ ഫ്രാക്ഷൻസും ഒന്നിച്ചു ചേർന്ന് മാർക്കിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കാങ് മാർക്കിനോട് പങ്കുവച്ചു. മാർക്ക് കാങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. മാർക്ക് മാർക്കറ്റിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെ സാക്ഷാൽ വാങ് ഉണ്ട്. മാർക്കിനെ കണ്ടതും വാങ് ഓടി വന്നു. മാർക്ക്, അയാളെ എന്നെ ഒഴിവാക്കി നിന്നെ മാത്രം വിളിച്ച് സംസാരിച്ചു. അതെന്തായാലും പോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് വാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഏയ് വാങ്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തിരക്കിയെത്തിയത്. എനിക്കറിയാം നിന്റെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന്. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു ചെറിയ ചായക്കടയിൽ ചായക്ക് ഓർഡർ ചെയ്ത് അതും വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നൽകിയ ആ ഇൻഫർമേഷൻ ഞാനൊന്ന് വിശദമായി പഠിച്ചതിന് ശേഷം ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതിൽ ഒരാളുടെ വിവരം എനിക്ക് കിട്ടി. വാങ്, ആരുടെ വിവരമാണ് കിട്ടിയത്? മാർക്ക്, ഞാൻ അയാളുടെ മുഖം വരച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വാങ് ഒരു ചിത്രം മാർക്ക് ഫെല്ലറെ കാണിച്ചു. ആ ചിത്രം കണ്ട മാർക്കിന്റെ സന്തോഷം പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. അത് സാക്ഷാൽ ചാങ് മാങ് ആണ്. ഈ ചാങ്ങിനെ നീ എവിടെ വെച്ചാ കണ്ടത്? മാർക്ക്, ചാങ് ഇപ്പോ ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ ഭാഗമാണ്. ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ ഭാഗവും അതെ മാർക്ക്. ഗാർഡിയൻ ഓഫ് ഓർഡറിൽ 4 ലീഡേഴ്സാണ് ഉള്ളത്. അതിൽ ഒരു ലീഡറെയാണ് മാർക്ക് നീ കൊന്നത്. ബാക്കിയുള്ള 3 പേരിൽ ഒരാള് ഈ ചാങ് മാങ് ആണ്. മാർക്കിനെ ആ വാർത്തയും ശരിക്കും അതിശയപ്പെടുത്തുകയാണ്. ഈ സെയിൻലെ കിങ്ഡത്തിനകത്ത് വന്നുപെട്ട ചാങ് മാങ് അവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡർ ഓഫ് ഗാർഡിയന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഓർഡർ ഓഫ് ഗാർഡിയന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സെയിൻലെ കിങ്ഡത്തിനെ ആക്രമിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് ആ സെയിൻലെ കിങ്ഡത്തിനെ രക്ഷിക്കുക. ചാങ് മാങ് അങ്ങനെയാണ് ആ ഓർഡർ ഓഫ് ഗാർഡിയന്റെ ഭാഗമായിരിക്കുന്നത്. എന്തായാലും അതിന്റെ ടോപ്പ് ലീഡേഴ്സിന്റെ ഭാഗമായി മാറിയ ചാങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ മാർക്കിന് വലിയ സന്തോഷം. വാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ചാങ് മാങ് ശരിക്കും ഇപ്പോൾ ശക്തനാണ് കേട്ടോ. ആളുടെ അടുത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അവൻ എവിടെയുണ്ട്? അവനിപ്പോ 9 ക്ലിഫ്സിലുണ്ട്. 9 ക്ലിഫോ? മാർക്ക്, ഈ നമ്മുടെ സെയിൻലി കിങ്ഡത്തിലെ ശരിക്കും രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസ് ആണ് 9 ക്ലിഫ്സ് എന്ന് പറയുന്നത്. 9 വലിയ കൊടുമുടികളും ആ കൊടുമുടികളുടെ താഴെയായി വൻ താഴ്വരയുമാണ് അവിടുത്തെ പ്രത്യേകത. ശരിക്കും ആ താഴ്വരയിലും ആ കൊടുമുടിയിലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാലും ഇഷ്ടംപോലെ ഫൈറ്റേഴ്സ്, വാരിയേഴ്സ്, ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒക്കെ അവിടെ ചെല്ലും. അവിടുത്തെ ആ കണ്ടീഷനിൽ പരസ്പരം ഏറ്റുമുട്ടി കൊന്നും കൊലവിളിച്ചുമൊക്കെ ആളുകൾ അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അവിടെ ഇഷ്ടം പോലെ ഡാർക്ക് എനർജി ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഈവിൾ എനർജിയും അവിടെ ഉണ്ടാവും. അതൊക്കെ ലക്ഷ്യമിട്ടാണ് പലരും പോകുന്നത്. അതിനും അപ്പുറത്തേക്ക് അവിടെ ഡിവൈൻ ടൂളുകളും ഡിവൈൻ ആർട്ടിഫാക്റ്റുകളൊക്കെ കിട്ടും. അതുകൊണ്ടൊക്കെ ആകാം ഒരുപാട് ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. വാങ്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകണം. മാർക്ക്, അതൊന്നും പറ്റത്തില്ല. ഇവിടുന്ന് അവിടേക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ശരിക്കും ഒരു ടെലിപ്പോർട്ടേഷൻ സംവിധാനം വർക്കൗട്ട് ചെയ്താലേ അവിടെ എത്തൂ. അതല്ലെങ്കിൽ സ്പേസ് ഷിപ്പ് വേണം. മാർക്ക്, നീ ഇവിടെ പോകാൻ സ്പേസ് ഷിപ്പ് ഉപയോഗിക്കുന്നത് നല്ലതെന്നാണ്. ഇവിടെ അടുത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടുന്ന് സ്പേസ് ഷിപ്പുകൾ റെഗുലറായി ആ മേഖല വഴി കടന്നു പോകും. നിനക്കും അതിനകത്ത് കയറാം. വാങ് ഒരുപാട് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വാങ് ആ ഇൻഫർമേഷൻ എല്ലാം മാർക്കിന് നൽകിയതും മാർക്ക് ഒരു പെട്ടി ഓറ് വാങ്ങിന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ആ ഓറിലേക്ക് നോക്കിയ വാങ് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ബാക്കി പകുതി മാർക്കിനെ കൊടുത്തു. മാർക്ക്, ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നീ തന്നെ ബാക്കി വെച്ചേക്ക്. വാങ്ങിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അത് മാർക്കിന് നേരത്തെ തന്നെ അറിയാം. എന്തായാലും വാങ് മാർക്കിനെ അവിടെ നേരെ കൊണ്ടുപോയത് ആ സ്പേസ് ഷിപ്പിന്റെ പ്ലാറ്റ്ഫോമിലേക്കാണ്. മാർക്ക് അവിടെ എത്തുമ്പോൾ ഒരു കൂറ്റൻ സ്പേസ് ഷിപ്പ് അവിടെ റെഡിയായി നിൽപ്പുണ്ട്. മാർക്ക് വാങ്ങിനോട് യാത്ര പറഞ്ഞ് ആ സ്പേസ് ഷിപ്പിൽ കൊടുക്കാനുള്ള ഫീസൊക്കെ കൊടുത്ത് അകത്തേക്ക് കടന്നു. അകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ആ ആളുകൾ പലരും കൂട്ടം കൂടിയൊക്കെയാണ് നിൽക്കുന്നത്. ഗ്രൂപ്പായിട്ട് ഏതൊക്കെയോ സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണ്. മാർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. സ്പേസ് ഷിപ്പ് സാവധാനം മൂവ് ചെയ്ത് തുടങ്ങിയാണ്. ആ സ്പേസ് ഷിപ്പ് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ അടുത്തായി ഒരു പെൺകുട്ടി വന്നിരുന്നു. ബ്രദർ, എവിടേക്കാ പോകുന്നത്? സിസ്റ്റർ, ഞാന് 9 ക്ലിഫ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബ്രദർ, ഞാനും അങ്ങോട്ടേക്കാണ്. സിസ്റ്റർ എന്തിനാ 9 ക്ലിഫ്സിൽ പോകുന്നത്? ബ്രദർ എന്തിനാണോ പോകുന്നത് അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്. അവിടെയല്ലേ ഒരു ചലഞ്ച് ഉള്ളൂ. ആ പെൺകുട്ടി വളരെ വാചാലമായിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ
മാർക്ക് ആ പെൺകുട്ടിയോട് 9 ക്ലിപ്സിനെ കുറിച്ച് അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടതും അവള് മാർക്കോട് പറഞ്ഞു, ബ്രദർ, അത് ശരിക്കും മാർഷൽ ആർട്ടിസ്റ്റ് ആകുന്ന ഏതൊരാൾക്കും ചലഞ്ച് നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇല്ലാത്തത് ഒന്നുമില്ല. നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റിയാൽ പിന്നെ നമ്മളെ ആരും വേട്ടയാടത്തില്ല. സിസ്റ്ററെ, അവിടെ ശരിക്കും നമ്മുടെ ലൈഫ് ത്രട്ടനിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഹേ ബ്രദർ, അത് പിന്നെ ഇല്ലാതിരിക്കൂ. നമ്മളെല്ലാം മാർഷൽ ആർട്ടിസ്റ്റുകളല്ലേ, അതെന്തായാലും ഉണ്ടാവും. മാർക്ക് ആ പെൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞതും അവിടേക്ക് വേറൊരാൾ വന്നു. അയാൾ വന്നതും ആ പെൺകുട്ടി മാർക്കിന്റെ അടുത്ത് നിന്നിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് നീങ്ങി. ആ സ്പേസ് ഷിപ്പിനകത്തുള്ള ആളുകളൊക്കെ പരസ്പരം പരിചയപ്പെടുകയാണ്. കാരണം കുറേ ദിവസത്തെ യാത്ര എന്തായാലും ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും 9 ക്ലിപ്സിലേക്കല്ല യാത്ര ചെയ്യുന്നത്. കുറെ ആളുകൾ 9 ക്ലിപ്സിലേക്കും കുറെ ആളുകൾ മറ്റേതോ സ്ഥലത്തേക്കൊക്കെയാണ്. മാർക്കിന്റെ അടുത്ത് വന്നിരുന്ന ആളോട് മാർക്ക് സംസാരിച്ചു തുടങ്ങി. അയാളൊരു കച്ചവടക്കാരനാണ്. പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ കുറച്ച് മാറി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സന്യാസിയിൽ പതിഞ്ഞത്. മാർക്കിന് അയാളെ കണ്ടപ്പോൾ ഒരു കൗതുകം. മാർക്ക് നടന്ന് അയാളുടെ അടുത്തെത്തി. അയാളെ കണ്ട് തൊഴുത മാർക്കിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ മാർക്കിനോട് സംസാരിച്ചു തുടങ്ങി. ബ്രദർ, നിങ്ങൾ 9 ക്ലിപ്സിലേക്കാണ് പോകുന്നല്ലേ? അതെ ബ്രദർ, ഞാൻ 9 ക്ലിപ്സിലേക്കാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക് ഫെല്ലർ, 9 ക്ലിപ്സിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചതിയനുണ്ട്. ചതിയനോ? അതെ അതെ, ഈ സെയിന്റ് കിങ്ഡത്തെ ആകെ ചതിച്ച ഒരാള് അവിടെയുണ്ട്. അത് കേട്ടപ്പോ മാർക്കിന് മാസ്റ്റർ കാങ് പറഞ്ഞ ഒരു സംഭവം ഓർമ്മ വരികയാണ്. മാർക്കും കാങ്ങും സംസാരിക്കുന്ന ഇടയിലാണ് കാങ് ആ കാര്യം മാർക്കിനോട് പറഞ്ഞത്. ആ സെയിന്റ് കിങ്ഡത്തിന്റെ ഹോളി കിങ്ങിന്റെ മകൾ സാക്ഷൽ മെങ് സെയിന്റ് കിങ്ഡത്തിൽ നിന്ന് ആ സെയിന്റ് ഹാർട്ടുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളുമായി ഏറ്റുമുട്ടിയിരുന്നു. ആ ആളെ അവള് അനവധി തവണ പരാജയപ്പെടുത്തിയെങ്കിലും അവസാനം അവളെ പരിക്കേൽപ്പിച്ചുകൊണ്ട് ആ ആള് ആ സെയിന്റ് ഹാർട്ടുകളുമായി രക്ഷപ്പെട്ടു എന്ന കഥയാണ് മാസ്റ്റർ കാങ് മാർക്കിനോട് പറഞ്ഞത്. ആ സെയിന്റ് കിങ്ഡത്തിന്റെ മകളെന്ന് ഉദ്ദേശിച്ചത് സാക്ഷൽ മെങ്ങിനെയാണ്. മെങ്ങാണ് മാർക്കിനെ ആ 90th പ്രിസണകത്തേക്ക് കയറ്റിവിട്ടതും അവസാനം ആ മെങ്ങിന്റെ വീട്ടിലാണ് മാർക്ക് ഫെല്ലർ ഉണർന്നത്. മാർക്ക് അന്നവിടെ മെങ്ങിനെ അവളുടെ മുറിയിൽ കണ്ടിരുന്നു. മെങ്ങുമായി മാർക്ക് അവിടെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. മെങ്ങ് മാർക്കിനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. മെങ്ങിന്റെ ശക്തിയുടെ ഒരു അംശം മെങ്ങ് മാർക്കിന് സംഭാവനയും ചെയ്തിട്ടുണ്ട്. ആ മെങ്ങ് അതിശക്തിയാണെന്നുള്ള കാര്യം മാർക്കിനറിയാം. ആ മെങ്ങിനെ തന്നെ പരാജയപ്പെടുത്തിയ ഒരാള് ഈ സെയിൻലിഹ് കിങ്ഡത്തിൽ നിന്ന് ആ സേക്രഡ് ഹാർട്ടുകൾ മോഷ്ടിച്ച് മറ്റെങ്ങോട്ടോ കൊണ്ടുപോയെന്നാണ് കാങ് പറഞ്ഞത്. അതേ കഥ തന്നെയാണ് ഇവിടെ ആ സന്യാസിയും ആവർത്തിക്കുന്നത്. മാർക്ക് കൗതുകത്തോടെ ആ സന്യാസിയോട് സംസാരിക്കുമ്പോൾ സന്യാസി മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ അപകടത്തെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. സന്യാസി എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഈ 9 ക്ലിപ്സിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇത് നീ വെച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ആ സന്യാസി മാർക്കിന്റെ കയ്യിലൊന്ന് സ്പർശിച്ചു. മാർക്കിന്റെ ഇടത് റിസ്റ്റിലും വലത് റിസ്റ്റിലും അയാൾ 2 കൈ കൊണ്ട് പിടിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചു നിൽക്കുന്ന അയാൾ അല്പസമയം കഴിഞ്ഞതും മാർക്കിന്റെ കൺമുന്നിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായി. മാർക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ശരിക്കും അയാള് വായുവിലങ്ങ് ലയിച്ചു ചേർന്നത്. അന്തരീക്ഷത്തിലൂടെ അതിവേഗം പായുന്ന ആ സ്പേസ് ഷിപ്പിനകത്തു നിന്നാണ് ആ സന്യാസി അപ്രത്യക്ഷമായിരിക്കുന്നത്. അത് മാർക്കിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും അമ്പരന്ന് പോയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അറിയാതെ തന്റെ 2 കൈകളിലേക്ക് നോക്കി പോവുകയാണ്. മാർക്കിന്റെ 2 കൈകളിലുമായി 2 റിങ് ഇപ്പൊ കിടപ്പുണ്ട്. ആ റിങ്ങുകൾ എല്ലുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. അനവധി എല്ലുകൾ ചേർത്ത ബ്രേസ്ലെറ്റ്. അങ്ങനെ 2 ബ്രേസ്ലെറ്റ് മാർക്കിന്റെ ഇടത് കൈയിലും വലത് കൈയിലുമായിട്ടുണ്ട്. മാർക്ക് കൗതുകത്തോടെ 2 കൈയും നോക്കി. ശരിക്കും ആ എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ബ്രേസ്ലെറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയും മാർക്കിന് തോന്നുന്നില്ല. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ ആ ബ്രേസ്ലെറ്റിൽ ഒന്ന് പിടിച്ചു. എന്നിട്ട് ഒരു പ്രത്യേകതയില്ല. പക്ഷെ ആ ബ്രേസ്ലെറ്റ് ഊരാൻ നോക്കിയപ്പോൾ അതുകൊണ്ട് ഊരുന്നില്ല, അതവിടെ ഉറച്ചു നിൽക്കുകയാണ്. മാർക്ക് കുലുക്കിയൊക്കെ നോക്കി, അനങ്ങുന്നില്ല. മാർക്കിന്റെ കയ്യിൽ അതങ്ങനെ ബലമായി ഒട്ടി നിൽക്കുകയാണ്. മാർക്കിന്റെ കൈയുമായി അത് ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ഗുണമാണോ ദോഷമാണോ ആ ബ്രേസ്ലെറ്റ് തനിക്കിനി നൽകാൻ പോകുന്നത്? മാർക്കിന് തീർച്ചയില്ലാത്തൊരു കാര്യം അതാണ്. പക്ഷെ ബ്രേസ്ലെറ്റ് കളയാൻ പറ്റുന്നില്ല. 1-2 തവണ കുലുക്കി നോക്കിയിട്ടും ഒരു അനക്കമില്ലാതെ വന്നതും മാർക്ക് പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു. എന്തായാലും ആ സന്യാസി ഈ സ്പേസ് ഷിപ്പിനകത്ത് എത്തിയതും തന്നെ കണ്ടതും ആ ബ്രേസ്ലെറ്റ് നൽകിയതും എന്തോ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം വളരെ വ്യക്തമായി ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ 9 ക്ലിപ്സിൽ അപകടങ്ങൾ കാത്തിരിക്കുന്നു. അനവധി ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ മാർക്ക് ഫെല്ലർ ആ സ്പേസ് ഷിപ്പിനൊപ്പം
നയൻ ക്ലിപ്സിന്റെ സമീപമെത്തി. നയൻ ക്ലിപ്സിന്റെ സമീപത്തേക്ക് ആ സ്പേസ് ഷിപ്പ് വരുമ്പോൾ തന്നെ ആ സ്പേസ് ഷിപ്പിനെ നിയന്ത്രിക്കുന്ന വ്യക്തി മാർക്കിന്റെ അടുത്തേക്ക് വന്ന് മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാഴ്ചകളും കാണാനിടവരും, പ്രതീക്ഷിക്കാത്ത പലത് സംഭവിക്കുകയും ചെയ്യും. എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ സ്പേസ് ഷിപ്പ് കൊടുമുടിയിൽ ഏകദേശം ഒരു ചാടാൻ കഴിയുന്ന സ്ഥലത്തേക്ക് പതുക്കെ താഴ്ത്തി. മാർക്ക് ഫെൽറേയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആ സ്പേസ് ഷിപ്പ് ആ നയൻ ക്ലിഫ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആ കൊടുമുടികളുടെ സമീപം എത്തിയതും ഒന്ന് സാവധാനം താഴ്ന്നു. അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് ആ കൊടുമുടിയുടെ മുകളിലേക്ക് ചാടി തുടങ്ങി. മിക്കവാറും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതും ആ സ്പേസ് ഷിപ്പിനെ നിയന്ത്രിക്കുന്ന ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഷിപ്പുമായി വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. അയാൾക്ക് ഇനിയും അടുത്ത 1-2 ഡെസ്റ്റിനേഷനുകളുണ്ട്. ആ സ്പേസ് ഷിപ്പിനകത്ത് ഇനിയും ആളുകളുണ്ട്. എന്നാലും ഒത്തിരിയേറെ ആളുകൾ ആ ക്ലിഫിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ ഇറങ്ങിയ ആളുകളുടെ കൂട്ടത്തിലെ മാർക്കിനെ ആദ്യം പരിചയപ്പെട്ട പെൺകുട്ടി മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, നമുക്ക് പിന്നീട് കാണാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് നടന്നു തുടങ്ങി. അതേ ശൈലിയിൽ തന്നെയാണ് ബാക്കി ആളുകൾ. പതുക്കെ പതുക്കെ ആളുകൾ നടക്കുമ്പോൾ മാർക്ക് കൗതുകത്തോടെ ചുറ്റും നോക്കുകയാണ്. ഏതാണ്ട് മൂടൽ മഞ്ഞ് പടർന്നു കിടക്കുന്ന ഒരു മേഖലയിലാണ് മാർക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മാർക്കിനെ വ്യക്തമായിട്ട് ഇപ്പോൾ ആ കൊടുമുടിയിൽ കാണാം. മാർക്ക് ഇറങ്ങിയിരിക്കുന്ന 1ാമത്തെ കൊടുമുടിയിലാണ്. തൊട്ടു മുന്നിലായി തുടർച്ചയായി 9 കൊടുമുടികൾ കാണാം. ആ ഭാഗത്തേക്ക് മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ആ മഞ്ഞിനപ്പുറത്ത് അഗാധമായ ഒരു താഴ്വാര ഉണ്ടെന്നാണ് ആ ഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാർക്കിനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആളുകൾ പലരും മുന്നോട്ട് നടക്കുന്നുമുണ്ട്. മാർക്ക് ചുറ്റും നോക്കി പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഒരു കാഴ്ച കണ്ടു. ഒരു കൂട്ടം ആൾക്കാർ മുകളിൽ നിന്ന് താഴേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് കണ്ടത്. മാർക്ക് അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ നടന്ന് ആ മലയുടെ താഴ്വാര തുടങ്ങുന്ന ഭാഗത്തേക്ക് വന്നതിന് ശേഷം അവർ ചുമന്നുകൊണ്ടുവന്ന ചാക്കുകൾ അഴിച്ചു. മാർക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ ചാക്കിൽ നിന്ന് ഡെഡ് ബോഡികൾ വലിച്ചെടുത്ത് അവര് ആ താഴ്വാരയിലേക്ക് എറിയുകയാണ്. ആ താഴ്വാര ശരിക്കും കണ്ടെത്താത്ത ദൂരത്തോളമാണ്. അഗാധമായ കൊക്കയാണ്. ആ കൊക്കയിലേക്കാണ് അവർ ആ ഡെഡ് ബോഡികൾ വലിച്ചെറിയുന്നത്. ആ ഡെഡ് ബോഡികൾ താഴേക്ക് പാഞ്ഞു പോകുമ്പോൾ താഴെ നിന്ന് പ്രകാശം മുകളിലേക്ക് കുതിച്ച് ഉയർന്നതിൻ്റെ സൂചനകൾ മുകളിൽ നിൽക്കുന്ന മാർക്കിനെ കാണാം. ആ ബോഡികൾ മുകളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ താഴ്ന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. ഒരു ശബ്ദമൊക്കെ താഴ്ന്ന് കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് നോക്കിയ മാർക്കിനോടായി അതുവഴി നടന്നു വന്ന ആ ഷിപ്പിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഹേയ് ബ്രദർ, ആ കൊക്കയ്ക്കകത്ത് ക്രീപ്പികളുണ്ട്. ക്രീപ്പികളോ? അതെ, പാമ്പുകളെ പോലുള്ള ജീവികളാണ്. ശരിക്കും ആ ജീവികൾക്കുള്ള തീറ്റയാണ് ഈ വന്ന ആളുകൾ കൊണ്ടു കൊടുത്തത്. അവിടേക്ക് വലിച്ചെറിഞ്ഞതൊക്കെ മനുഷ്യരുടെ ഡെഡ് ബോഡിയല്ലേ? അതെ, നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഫൈറ്റിൽ കൊല്ലപ്പെടുമ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ അവരെ ആ കൊക്കയിലേക്ക് വലിച്ചെറിയും. ആ കൊക്കയിലുള്ള ആളുകളുടെ ഭക്ഷണം ശരിക്കും നമ്മുടെ ഡെഡ് ബോഡിയാണ്. വളരെ കൂളായിട്ട് അനായാസമായിട്ടാണ് ആ യോദ്ധാവ് ആ മറുപടി പറഞ്ഞത്. മാർക്കിന് ആ മറുപടി കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ്. ശരിക്കും അപകടകരമായ ഒരു സ്ഥലത്തേക്കാണ് താൻ എത്തിയിരിക്കുന്നുള്ള കാര്യം മാർക്കിന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ എന്നാലും മാർക്കിന് കാണേണ്ടത് സാക്ഷാൽ ചാങ് മാങ്ങിനെയാണ്. മാർക്ക് അതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചാങ് മാങ് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്? എന്തായാലും ചാങ്ങിനെ കണ്ടുപിടിക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ പല സ്ഥലത്തും ചെറിയ ഫൈറ്റുകളൊക്കെ നടക്കുന്നത് മാർക്കിന് ശ്രദ്ധയപ്പെട്ടു. ആ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിലൂടെ മാർക്ക് മുന്നോട്ട് നടന്നപ്പോഴാണ് ശരിക്കും അതിശക്തമായ ഒരു ഫൈറ്റ് മാർക്ക് കാണുന്നത്. അവിടെ ഒരു യുവതിയും ഏതാനും ആളുകൾ തമ്മിലുള്ള ഫൈറ്റാണ് മാർക്ക് കാണുന്നത്. ആ യുവതിയെ കണ്ടപ്പോൾ തന്നെ മാർക്ക് അറിയാതെ നിന്നുപോയി. അവര് ശരിക്കും അതിശക്തിയാണ്. തന്നെ എതിരിടുന്ന ആളുകളെ നിഷ്പ്രയാസം കൊന്നൊടുക്കുകയാണ് ആ സ്ത്രീ. അവരുടെ ജമ്പും അവരുടെ കൈകൊണ്ടുള്ള ആക്ഷനും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ശരിക്കും ഒറ്റ ജമ്പിന് ആളുടെ അടുത്ത ശ്രമത്തിൽ ആ എതിരാളിയുടെ കഴുത്ത് ഓടിച്ചിട്ടുണ്ടാവും. ഒറ്റ ഇടിക്കൊക്കെയാണ് എതിരാളിയുടെ നെഞ്ച് തുളച്ച് അവരുടെ കൈ കടന്നു പോകുന്നത്. വല്ലാത്തൊരു പവർ. അങ്ങനെ കൊല്ലുന്ന ആളുകളെ വലിച്ചീറി രക്തം കുടിക്കാനും അവർക്കൊരു മടിയുമില്ല. ഇതെന്താ സംഭവം? സാധാരണ മനുഷ്യ സ്ത്രീയല്ല അവരെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തവുമാണ്. മാർക്ക് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു അമ്പ് അവർക്ക് നേരെ പാഞ്ഞു വന്നത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള ആ അമ്പിന്റെ വരവ് ആ സ്ത്രീയെ ലേശമൊന്ന് അമ്പരപ്പിച്ചുകയാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ അമ്പിന്റെ വഴിയിൽ നിന്ന് അവരങ്ങ് ഒഴിഞ്ഞു. വളരെ അനായാസമായിട്ട് അവരങ്ങ് ഒഴിയുകയാണ്. മുഖത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു ബൗൺസർ ബാറ്റ്സ്മാൻ ഒഴിയുന്നത് പോലെ കൃത്യമായിട്ട് അവർ ഒഴിയപ്പോൾ
അവരുടെ കണ്ട മുന്നിലൂടെ അമ്പിങ്ങനെ കടന്നു പോവുകയാണ്. അവരുടെ ആ അനായാസമായുള്ള ആ ഒഴിഞ്ഞുമാറൽ മാർക്കിനെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. അവരുടെ ആ കൾട്ടിവേഷൻ ലെവൽ വളരെ ഉയരത്തിലാണെന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ മാർക്ക് അമ്പരപ്പോടെ മറ്റു കാര്യം ഓർത്തു. ആ അമ്പിനെ കുറിച്ചുള്ള ഓർമ്മ കടന്നു വന്നതും മാർക്ക് ഞെട്ടിത്തിരിഞ്ഞ് ആ അമ്പ് വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് അവിടെ ആ വ്യക്തിയെ കാണുകയാണ്. ആ സൺ ചേസിങ് വില്ലുമായി നിൽക്കുന്നത് സാക്ഷാൽ ആര്യനാണ്. കുട്ടിച്ചാത്തന്മാരുടെ വംശത്തിന്റെ ഭാഗമായ സാക്ഷാൽ ആര്യൻ മാർക്കിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എപ്പോഴും മാർക്കിന്റെ കൂടെ നിൽക്കാമെന്ന്. ആ ആര്യനെയാണ് മാർക്ക് കാണുന്നത്. മാർക്കിനെ ശരിക്കും ആര്യൻ കണ്ടിട്ടില്ല. ആര്യന്റെ ശ്രദ്ധ പൂർണ്ണമായി ആ സ്ത്രീയിലാണ്. ആ അമ്പിൽ നിന്ന് ഒഴിഞ്ഞ ആ സ്ത്രീ ആര്യനെ നോക്കി ഒന്ന് ചിരിച്ചു. കൊള്ളാം, ഞാനൊരു എതിരാളി ഇല്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞതും ആ സ്ത്രീ മുന്നോട്ട് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ സ്ത്രീ മുന്നോട്ട് കുതിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആര്യൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി എന്നാണ്. ഒരു വല്ലാത്ത വേഗത അവർക്കുണ്ട്. അവർ അതിവേഗതയിൽ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും, അതേ സമയത്ത് തന്നെ അവരുടെ കൈകൾ മുന്നോട്ട് പായുകയും ചെയ്യും. മുന്നോട്ട് കുതിച്ച് അവരുടെ വലത് കൈ അതേ വേഗതയിൽ ആര്യൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കിയാണ് പാഞ്ഞത്. ആ ലക്ഷ്യത്തെ അവരുടെ കൈ ആര്യൻ്റെ നെഞ്ചിലൂടാക്കി കടന്നു പോവുകയാണ്. പക്ഷേ ആ കൈ കടന്നുപോയതും ആ സ്ത്രീയുടെ മുഖത്ത് ഒരു വിളർച്ച, അതേ സമയത്ത് തന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. കാരണം അവരുടെ കൈ കടന്നുപോയ ഭാഗത്ത് ആര്യനില്ല. ആര്യൻ അതിനേക്കാളേറെ വേഗതയിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ആ സ്ത്രീയുടെ മുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവർ ആര്യനെ നോക്കി ആര്യനോട് പറഞ്ഞു, കൊള്ളാം, നിന്റെ ഈ ഒഴിഞ്ഞു മാറൽ എനിക്കങ്ങ് ഇഷ്ടമായി. അങ്ങനെ അവർ പറയുമ്പോഴേക്കും അടുത്ത അമ്പ് അവരെ അടുത്തെത്തിക്കഴിഞ്ഞു. അടുത്ത ഒരമ്പല്ല വന്നത്, തുരുതുര അമ്പുകൾ വരികയാണ്. ആര്യൻ്റെ അമ്പ് അയക്കാനുള്ള ആ പ്രാവീണ്യവും അമ്പുകൾ സൃഷ്ടിക്കുന്ന ആ വേഗതയും അയച്ച ശൈലിയൊക്കെ മാർക്കിനെയും ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. മാർക്ക് അവസാനമായി ആര്യനെ കാണുമ്പോൾ ഇത്ര വേഗതയിൽ ആര്യന് അമ്പുകൾ അയക്കാൻ കഴിയുമായിരുന്നില്ല. മാർക്ക് കൊടുത്ത ആ വില്ലിനെ അതിമനോഹരമായി മെരുക്കിയെടുത്തിരിക്കുകയാണ് ആര്യൻ. ആര്യൻ്റെ ആ വില്ലിൽ നിന്ന് തുരുതുര അമ്പുകൾ ആ സ്ത്രീക്കെതിരെ പാഞ്ഞു വരുമ്പോൾ ആ സ്ത്രീയുടെ ബോഡി ശരിക്കും ഒന്ന് തിളച്ചുടങ്ങിയെന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ അവരുടെ ബോഡിയുടെ ചുറ്റും ഒരു തീ ഉണ്ടാവുകയാണ്. ആര്യനയച്ച അമ്പുകൾ അവരുടെ ശരീരത്തിലേക്ക് തുളഞ്ഞ് കയറിയതിൻ്റെ ഫലമായിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് രക്തം ചിതറുന്നുണ്ട്. അതോടൊപ്പം അവരുടെ ബോഡി കത്തുകയാണ്. ആ കത്തുന്ന ബോഡിയിലേക്ക് നോക്കിയ മാർക്ക് ഫെല്ലറും ആര്യനും എന്ന് വേണ്ട ഈ യുദ്ധം കാണുന്ന അനവധി ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തരിച്ചു പോവുകയാണ്. ആ ബോഡിയിൽ അവരുടെ തലയ്ക്ക് താഴെ, കഴുത്തിന് താഴെയായി വേറൊരു തല ഉണ്ടായി വരികയാണ്. മുകളിൽ ആ സ്ത്രീയുടെ തല, താഴെ വേറൊരു തല. ആ തല ശരിക്കൊരു വികൃതമാണ്. ആ തലയ്ക്ക് വലിയ പല്ലുകളുണ്ട്. അതിൻ്റെ കണ്ണുകൾ തിളക്കുകയാണ്, ചുവന്ന് തിളക്കുകയാണ്. ആ കണ്ണുകളിലൂടെ ഫ്യൂംസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് ആ തലയുമായി കണക്ട് ചെയ്തുകൊണ്ട് കൈകൾ ഉണ്ടായി വരികയാണ്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് കൈകൾ, അനവധി വേരുകൾ ആ ബോഡിയിൽ നിന്ന് ഉണ്ടാകും പോലെ ധാരാളം കൈകൾ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ഈ കാഴ്ച ആര്യൻ കൃത്യമായി കാണുകയാണ്. ആര്യൻ പോലും ആകെ ഞെട്ടിപ്പോയി. മാർക്ക് ആര്യൻ പെട്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് കുതിക്കാനായിട്ട് പോകുമ്പോൾ ശരിക്കും ആ സ്ത്രീ അതിശക്തിയായി മാറിക്കഴിഞ്ഞു. മാർക്കിന് ആര്യനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. തൻ്റെ കൺമുന്നിൽ വെച്ച് ആര്യൻ കൊല്ലപ്പെടുന്നത് അനുവദിച്ചു കൊടുക്കാൻ മാർക്കിന് പറ്റില്ല. സർവശക്തിയും എടുത്ത് ആ സ്ത്രീയെ ആക്രമിക്കാനായി മാർക്ക് മുന്നോട്ട് കുതിക്കാൻ പോയതും പെട്ടെന്നാണ് ആ സ്ത്രീയും അവിടെ ഈ യുദ്ധം കണ്ടുകൊണ്ട് നിന്ന പല ആളുകളും അതിവേഗം ഓടി ഒളിക്കുന്നത് മാർക്ക് കണ്ടത്. അവർ ഓടി ഒളിക്കുന്ന ആ സമയത്ത് അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ശരിക്കും ഒരു ഭയം എല്ലാ ആളുകളിലും ദൃശ്യമാകുന്നു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരാള് നടന്നു വരികയാണ്. ആ ആളിലേക്ക് കണ്ണുപോയ മാർക്കിന്റെ കണ്ണുകൾ അതേ നിമിഷത്തിൽ ആ ആളിന്റെ പുറകെ നടന്നു വരുന്ന ആളിലേക്കും പതിഞ്ഞു. ആ വ്യക്തിയുടെ പുറകെ നടന്നു വരുന്നത് സാക്ഷാൽ ചാങ് മാങ് ആണ്. ആചാരബാഹുവായ ചാങ് മാങ്ങിനെ കണ്ടപ്പോൾ മാർക്കിന് വല്ലാത്ത സന്തോഷം. പക്ഷേ അതേ നിമിഷത്തിൽ മാർക്ക് ചാങ്ങിന്റെ മുന്നിൽ നടക്കുന്ന ആളെ കാണുകയും ചെയ്തു. ആ ആള് അയാളുടെ കൈയൊന്ന് അനക്കിയതും അവിടെ നിന്ന് ഓടിപ്പോയ ആ സ്ത്രീയുടെ തല അയാളുടെ കയ്യിൽ വന്നു പെടുകയും ചെയ്തു. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് മാർക്ക് കണ്ടത്. അയാൾ ജസ്റ്റ് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ആ കൈ അയാൾ അനക്കിയതും
നേരത്തെ അവിടെ ആ മുഴുവൻ ആളുകളെയും ഭയപ്പെടുത്തിയ ആ 2 തലയുള്ള ആ വ്യക്തിയുടെ ഒരു തല ഇതാ ആ ആളിന്റെ കൈവശം ഇരിക്കുന്നു. അയാളുടെ ഇടത് കയ്യിലിരിക്കുന്ന തലയിലേക്ക് അയാൾ നോക്കിയിട്ട് വലത് കൈ ഒന്ന് അനക്കിയതും വലത് ഭാഗത്തു നിന്ന് ഒരാളുടെ തലയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ വന്നു. ഇപ്പൊ അയാളുടെ ഇരു കൈകളിലും ഓരോ തലകളുണ്ട്. ഇതിപ്പോ എങ്ങനെയാ അയാളുടെ തല പിടിച്ചെടുത്തത്? അതും നല്ല ദൂരത്തുണ്ടായിരുന്ന ആളുകളുടെ തലകളാണ് അയാൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു ആള് പോലും ശ്വസിക്കുന്നില്ല. ഈ കാഴ്ച കണ്ട ആര്യനും അതുപോലെ ചാങ്മാങ്ങും ഒരുപോലെ നിശബ്ദരാണ്. തന്റെ എതിരാളിയായ ആ സ്ത്രീയുടെ തല ആ മനുഷ്യൻ പൊഴുതെടുത്തതിൽ ആര്യന്റെ ഉള്ളിനുള്ളിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അവന് സന്തോഷിക്കാൻ പറ്റും മുമ്പ് ആ വ്യക്തി ആ 2 തലകളും പുറകിലേക്ക് വലിച്ചുരേറി. ആ 2 തലകളും അയാളുടെ പുറകിലൂടെ ആകാശത്തോടെ ഉയർന്ന് താഴെയുള്ള കൊക്കയിലേക്ക് പാഞ്ഞു പോകുന്നത് മാർക്ക് കണ്ട ആ നിമിഷത്തിൽ അയാൾ കൈകൾ പിന്നിയെ അനക്കി. ഈ പ്രാവശ്യം അനവധി തലകളാണ് അയാളുടെ കൈകളിലേക്ക് വന്നത്. അയാളിങ്ങനെ തലകൾ വലിച്ചു വാരി എടുക്കുകയാണ്. നേരത്തെ അവിടെ ആ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന പല ആളുകളുടെ തലകൾ ഇപ്പോൾ അയാളുടെ കൈവശമുണ്ട്. ആ തലകൾ 2 കൈ കൊണ്ട് അയാൾ തലയ്ക്ക് മുകളിലൂടെ ഒരു എറ്റി കയറി. അയാളുടെ പുറകിലൂടെ ചാങ്മാങ്ങിന്റെ തലയ്ക്ക് മുകളിലൂടെ ആ തലകൾ ഒന്നടങ്കം ആ കൊക്കിലേക്ക് വീണു. ആ തലകൾ അങ്ങനെ വീഴുമ്പോൾ ഇത്രയും നേരം നിശബ്ദനായിരുന്ന മാർക്ക് ഉറക്കെ ചാങ്മാങ്ങിനെ വിളിച്ചു. ഹേയ് ചാങ്! മാർക്ക് അങ്ങനെ വിളിച്ചതും ചാങ് മാർക്കിനെ കണ്ടു. മാർക്കിനെ കണ്ട ചാങ് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, സ്ഥലം വിടറാ! ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ തന്റെ ഏരിയയിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ ഓടറാ എന്ന് നമ്മൾ പറയൂല്, അതേ ശൈലിയിലാണ് ചാങ്മാങ് മാർക്കിനെ വിരട്ടിയത്. ചാങ്മാങ്ങിന്റെ ആ ഡയലോഗ് മാർക്ക് കേട്ടു. ചാങ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ആ വ്യക്തി നടന്ന് സാക്ഷാൽ ആര്യന്റെ തൊട്ടുമുന്നിലെത്തിക്കഴിഞ്ഞു. ആര്യന്റെ മുന്നിലെത്തിയ അയാൾ ആര്യനോട് ചോദിച്ചു, ഒരു വ്യക്തി അയാളുടെ ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് കൾട്ടിവേഷന്റെ പുറകെ ഇറങ്ങി ഈ ലോകത്തെ ഏറ്റവും ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റായി മാറിയാൽ അയാൾ ചെയ്ത കാര്യം നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അയാളുടെ ചെയ്തികൾ ശരിയാണോ തെറ്റാണോ? ആ വ്യക്തി വളരെ കൂളായിട്ടാണ് ആര്യനോട് ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്നറിയാതെ ആര്യൻ ഒരു നിമിഷം ഒന്ന് പതറിക്കാണും. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവൻ വേഗം പറഞ്ഞു, കൾട്ടിവേഷൻ ആണല്ലോ സർവപ്രധാനമായ കാര്യം. കൾട്ടിവേറ്റ് ചെയ്യാനായി സ്വന്തം ലൈഫ് ഉപേക്ഷിക്കുന്ന ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവര് ഈ ലോകത്തിന് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം കുടുംബവും ഒക്കെ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ ആര്യൻ പറഞ്ഞതും ആ വ്യക്തി ആര്യന്റെ തല ഒറ്റ കൈകൊണ്ടങ്ങ് എടുത്തു. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാളെ തല അങ്ങ് എടുത്തിരുന്നു. അതേ നിമിഷത്തിൽ തന്നെ അയാൾ നടന്ന് മാർക്കിന്റെ അടുത്ത് എത്തുകയും ചെയ്തു. അവിടെയുള്ള എൻറ്റയർ ഏരിയയും ഏതാണ്ട് അയാളുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാം. എപ്പോ അയാൾ ആര്യന്റെ അടുത്തുനിന്ന് മാർക്കിന്റെ അടുത്തെത്തിന്ന് ചോദിച്ച് മാർക്കിന് പിടിയില്ല. അയാൾ മാർക്കിനോട് ചോദിച്ചു, ഒരാൾ അയാളുടെ ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് കൾട്ടിവേഷൻ തിരഞ്ഞെടുക്കുകയും അയാൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റ് ആവുകയും ചെയ്താൽ അയാളുടെ പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അയാൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഈ ചോദ്യമാണ് നേരത്തെ ആര്യനോട് ചോദിച്ചത്. ആര്യൻ പറഞ്ഞ മറുപടി മാർക്ക് കേൾക്കുകയും ചെയ്തതാണ്. ആ മറുപടി ശരിയല്ലാത്തതുകൊണ്ടാവുമല്ലോ അയാൾ ആര്യനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ശരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം ആ കൾട്ടിവേറ്റ് ചെയ്ത ആളാണ് പറയേണ്ടത്. അയാൾക്കല്ലേ അതിന്റെ ഉത്തരം ശരി അറിയാൻ പറ്റൂ. മാർക്ക് വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ആ ഉത്തരം പറഞ്ഞത്. പക്ഷെ ആ ഉത്തരം മാർക്ക് പറഞ്ഞതും അയാള് മാർക്കിന്റെ തലയിലേക്ക് കൈ നീട്ടുന്ന കണ്ടതും ചാങ്മാങ് മുന്നോട്ട് കുതിച്ചു. ചാങ്മാങ്ങിന്റെ എൻറ്റയർ ബോഡിയും ഒന്ന് ജ്വലിച്ചു എന്ന് പറയാം. ചുവന്ന പ്രകാശം ദേഹം മുഴുവൻ വ്യാപിച്ച ചാങ്മാങ് അതിശക്തനായ ആ മനുഷ്യനെ ആഞ്ഞൊരൊറ്റയിടി. ആ നിമിഷത്തിൽ ആ മനുഷ്യന്റെ വലത് കൈ ഒന്ന് ചലിച്ചു. ചാങ്മാങ്ങിന്റെ ഇടി അയാളുടെ പുറത്ത് വീഴുന്നതിന് മുന്നേ ചാങ്മാങ്ങിന്റെ തല അയാളുടെ കയ്യിലായി. അയാളുടെ വലത് കൈയിൽ ചാങ്മാങ്ങിന്റെ തലയും ഇടത് കൈയിൽ മാർക്ക് ഫെല്ലറുടെ തലയും. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ എല്ല് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ആ റിസ്റ്റ് ബാൻഡിൽ നിന്ന് ഒരു എല്ല് അടർന്ന് താഴേക്ക് വീണു. ആ എല്ല് അടർന്ന് താഴേക്ക് വീണതും സംഭവങ്ങളൊക്കെ വീണ്ടും പഴയതുപോലെയായി. മാർക്ക് നോക്കുമ്പോൾ ആര്യനുമുണ്ട്, ചാങ്മാങ്ങുമുണ്ട്, മാർക്കുമുണ്ട്. ആ മനുഷ്യൻ ആര്യന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആര്യനോട് അയാൾ വീണ്ടും ചോദ്യം ചോദിച്ചു. സെയിം ചോദ്യം. നേരത്തെ ആര്യൻ പറഞ്ഞ ആ മറുപടിയിൽ നിന്ന് ലേശം മാറ്റി ഒരു മറുപടി ആര്യൻ ഇപ്പൊ പറഞ്ഞു നോക്കി. ഒരാളുടെ കർമ്മം അയാളുടെ ജീവിതവുമായി കണക്റ്റഡ് ആണ്. ആ ജീവിതത്തിലെ വിജയം അയാളുടെ കർമ്മം വിജയിച്ചു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ മാർഷൽ ആർട്ടിസ്റ്റ് എടുത്ത തീരുമാനത്തെ നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. അങ്ങനെ ആര്യൻ പറഞ്ഞതും ആര്യന്റെ തല അയാളുടെ കയ്യിലായി. അടുത്ത പക്ഷേ അയാൾ മാർക്കിന്റെ മുന്നിൽ എത്തുകയും ചെയ്തു. മാർക്കിന്റെ
കയ്യിലുണ്ടായിരുന്ന ആ റിസ്റ്റിൽ 4 എല്ലുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു എല്ല് ഇപ്പോൾ മിസ്സായിരിക്കുകയാണ്. ബാക്കി 3 എല്ലുകളാണുള്ളത്. മാർക്കിന് എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയില്ല. പക്ഷെ മാർക്കിനോട് അയാൾ ചോദ്യം ആവർത്തിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, അൾട്ടിമേറ്റ് കൾട്ടിവേറ്റർ ആകാനായി ഒരാൾ ശ്രമിക്കുമ്പോൾ ആ ആളുടെ പാതയിൽ അത് മാത്രമേ ഉണ്ടാകൂ. ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെയും അയാളെ സംബന്ധിച്ചിടത്തോളം ഇറവലന്റ് ആണ്. അത്രയേ മാർക്ക് പറഞ്ഞുള്ളൂ. ആ നിമിഷത്തിൽ ചാങ്മാങ് ആ കാഴ്ച കണ്ടു. മാർക്കിന് നേരെ നീങ്ങുന്ന കൈ. പഴയതുപോലെ ചാങ്മാങ് അവന്റെ കൈ ഉയർത്തി ആ ആളെ ആഞ്ഞിടിക്കാൻ ശ്രമിച്ചതും ചാങ്മാങ്ങിന്റെയും മാർക്കിന്റെ തലകൾ അയാൾ പിഴുതെടുത്തു. അതേ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ എല്ല് കൂടി അടർന്ന് താഴെ വീണു. ആ എല്ല് താഴെ വീണതും രംഗങ്ങൾ വീണ്ടും പഴയതുപോലെയായി. മാർക്കിന്റെ കയ്യിൽ ഇപ്പോ 2 എല്ലുകളേ ഉള്ളൂ. ആ എല്ലുകൾ അടങ്ങിയ ആ റിസ്റ്റ് ബാൻഡ് മാർക്കിന് നൽകിയത് തികച്ചും അപ്രതീക്ഷിതമായി ആ സ്പേസ് ഷിപ്പിൽ വെച്ച് ഒരു സന്യാസിയാണ്. മാർക്കിന് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ആ സന്യാസി മാർക്കിന് കൊടുത്ത ഡിവൈൻ ആർട്ടിഫാക്റ്റ് ആണ് ശരിക്കും ആ റിസ്റ്റ് ബാൻഡ്. അതിലുണ്ടായിരുന്ന 4 എല്ലുകളിൽ 2 എണ്ണം നഷ്ടമായി കഴിഞ്ഞു. ഇനി 2 എല്ലുകളുടെ ഉള്ളൂ. ഈ മനുഷ്യൻ ചോദ്യം ആവർത്തിക്കുമെന്നും ആ ചോദ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും മാർക്കിനിപ്പോൾ അറിയാം. മാർക്കിന് ഒരു കാര്യം കൂടി അറിയാം. മാർക്കിനായാലും ചാങ്മാങ്ങിനായാലും ആര്യനാണെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരുടെ ചലനവും അവരുടെ ചിന്തയും എന്നിവയുടെ എല്ലാം പൂർണ്ണമായി അയാളുടെ നിയന്ത്രണത്തിലാണ്. ആ സന്യാസി നൽകിയ ആ റിസ്റ്റ് ബാൻഡിൽ ഇനി 2 എല്ലുകൾ കൂടെ ഉള്ളൂ. വീണ്ടും അയാൾ ആര്യന്റെ അടുത്ത് പോയിട്ട് തന്റെ അടുത്ത് വരും. അപ്പൊ എന്ത് മറുപടി പറഞ്ഞാലും അയാൾ തന്നെ കൊല്ലും. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആര്യന്റെ അടുത്ത് പോകാതെ അയാൾ നേരെ മാർക്കിന്റെ മുന്നിലെത്തി. അയാള് മാർക്കിനോട് ആ ചോദ്യം ആവർത്തിച്ചതും മാർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാളെ ആഞ്ഞൊരൊറ്റ ഇടിക്കുന്നിടയിൽ മാർക്ക് അയാളോട് പറയുകയും ചെയ്തു, സ്വന്തം ഭാര്യയെ കുഞ്ഞിനെ കളഞ്ഞിട്ട് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കാൻ താങ്കൾക്ക് നാണമില്ലേ? മാർഷൽ ആർട്ടിസ്റ്റ് ആണ് അത്രയും. മാർഷൽ ആർട്ടിസ്റ്റ് വളർത്താൻ കഴിയില്ലെങ്കിൽ കുഞ്ഞിനെ ജന്മം നൽകരുത്. ഒരു കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ അതിൽ ഒരു ഉത്തരവാദിത്വം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. നിങ്ങൾക്ക് പോയി ചത്തൂടെ മനുഷ്യ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് പിന്നെ അയാളെ ആഞ്ഞിടിച്ചു തുടങ്ങി. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ് തൊട്ട് സമീപത്തേക്കുന്ന ചാങ്മാങ്. ചാങ്മാങ് അമ്പരപ്പോടെ മാർക്കിനെ നോക്കുകയാണ്. ചാങ്മാങ്ങിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആ ആളെ സകലരും വിളിക്കുകയാണ് നമ്പർ 1 കുലപതി എന്നാണ്. അയാൾക്കൊരു പേരുണ്ട്, ബായി. നമ്പർ 1 കുലപതി ബായി. ബായി എന്ന പേര് ആരും വിളിക്കാറില്ല. അങ്കിൾ ബായി എന്നാണ് പലരും വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവരും വിളിക്കുക കുലപതി എന്നാണ്. ആ കുലപതിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അയാളെ അധിക്ഷേപിക്കുകയും അയാളെ തല്ലുകയും ചെയ്യുന്ന ഒരാള് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് ചാങ്മാങ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ ചാങ്മാങ് അതാണ് കാണുന്നത്. അവന്റെ പ്രിയ സുഹൃത്ത് മാർക്ക് ഫെല്ലർ ഇതാ കുലപതിയെ പൊതിരെ ഇടിക്കുകയാണ്. കുലപതിയാണെങ്കിൽ ആ ഇടിയൊക്കെ ഏറ്റുവാങ്ങുകയാണ്. അയാൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. മാർക്ക് ഫെല്ലർ അയാളെ തലങ്ങും വിലങ്ങും ഇടിക്കുമ്പോൾ നിശബ്ദനായി നിന്ന കുലപതി സാവധാനം ഒന്നും മിണ്ടാതെ ആ മലയിൽ നിന്ന് താഴേക്ക് നടന്നു തുടങ്ങി. അയാൾ താഴേക്ക് നടക്കുമ്പോൾ എൻറ്റയർ സീനറിയും പതുക്കെ മാറി തുടങ്ങി. അതുവരെ അയാൾ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്ന പലതും പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയാണ്. അയാൾ അങ്ങനെ നടന്ന് അങ്ങ് താഴേക്ക് പോവുകയാണ്. ശരിക്കും ആ മലയിൽ നിന്ന് അയാൾ അങ്ങ് താഴേക്ക് നടന്നു പോകുമ്പോൾ അതുവരെ പൂർണ്ണ നിശബ്ദത പാലിച്ച ചാങ്മാങ് ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, നീ എന്തായി കാണിച്ചത്? അങ്ങനെ ചാങ് ചോദിക്കുമ്പോഴേക്കും മാർക്ക് ചാങ്ങിനെ കെട്ടിപ്പിടിച്ചു. ചാങ് മാർക്കിനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പെട്ടെന്ന് പുറകോട്ട് മാറിയിട്ട് അതിവേഗം പരസ്പരം ഇടിക്കാൻ തുടങ്ങി. ചാങ് മാർക്കിന്റെ ദേഹത്തേക്ക് ആഞ്ഞിടിക്കുകയും മാർക്ക് തിരിച്ചിടിക്കുകയും ചെയ്യും. ശരിക്കും രണ്ടുപേരും തമ്മിൽ അടിപൊളി ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 മിനിറ്റ് നേരം രണ്ടുപേരും തലങ്ങും വിലങ്ങും ഇടിക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് കിളി പോയതുപോലെ നിൽക്കുകയാണ് ആര്യൻ. അവര് ഇടിയും നിർത്തിയതും മാർക്ക് ചാങ്മാനോട് പറഞ്ഞു, ചാങ്, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഓടിയെത്തുകയായിരുന്നു. മാർക്ക്, സെയിം കിങ്ഡത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ ആ ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ ഭാഗമായി അവര് ഒരു മിഷൻ എനിക്ക് നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയത്. ചാങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ചാങ്ങിനൊന്നും സൂക്ഷിച്ചു നോക്കിയിട്ട് ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, ഞാൻ നിനക്കൊരു കാര്യം തരാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഉള്ളിൽ നിന്ന് ആ 2 സെയിന്റ് ഹാർട്ടുകൾ എടുത്ത് നേരെ ചാങ്ങിന് കൊടുത്തു. അത് കണ്ട ആര്യന്റെ കിളി പോവുകയാണ്. അതിൽ ഒരു ഹാർട്ട് ആര്യൻ മാർക്കിന് കൊടുത്തതാണ്, ആ വെസൽ ഹാർട്ട്. രണ്ടാമത്തെ ഹാർട്ട് മാർക്ക് കൊടുത്തത് ആ ഡിസ്ട്രക്ഷൻ ഹാർട്ടാണ്. ഹൂറ്റിയാനിൽ നിന്ന് മാർക്ക് പിടിച്ചെടുത്ത ആ സേക്രഡ് ഹാർട്ട്. ആ 2 ഹാർട്ടുകളും മാർക്ക് ചാങ്ങിനെ കൈമാറിയപ്പോൾ ചാങ്ങിന്റെ മുഖത്ത് വല്ലാത്തൊരു അത്ഭുതം. മാർക്ക്, ഇത് ചാങ്,
നീ ഇത് സ്വീകരിക്കേ. എനിക്കിപ്പോൾ അറിയാം നിന്റെ ഉള്ളിൽ ആ 9 ഹാർട്ടുകളുണ്ടെന്ന്. ഈ ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ ലീഡേഴ്സ് ആകുന്ന ആളുകളുടെ കൈവശം 9 ഹാർട്ടുകൾ ഉണ്ടാവും. അത് നേരത്തെ മാർക്ക് ആ ഗു എങ്ങനെ തോൽപ്പിച്ച് അവന്റെ ആ 9 ഹാർട്ടുകൾ നേടിയ സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ്. മാർക്ക് കൊടുത്ത ആ 2 ഹാർട്ടുകളും ചാങ് മാങ് തന്റെ ബോഡിയിലേക്ക് എങ്ങനെ ചേർത്ത് പിടിച്ചതും ആ 2 ഹാർട്ടും ചാങ് മാങ്ങിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ശരിക്കും അതൊരു കാഴ്ചയാണ്. ശരിക്കും ചാങ്ങിന്റെ പുറത്തേക്ക് ഒരു വൻ പ്രകാശം ഇടിച്ചു കയറുന്നത് പോലെ ഒരു ഫീല്. അതേസമയത്ത് ചാങ്ങിന്റെ ബോഡി ശരിക്കും ശക്തമാകുന്നത് മാർക്കിനും ആര്യനും ഒരുപോലെ ബോധ്യമാവുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ചാങ്ങിന്റെ ബോഡിക്ക് ചുറ്റുമായി ഓറകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല പവർ തനിക്ക് തോന്നിയതും ചാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാനിപ്പോ ശരിക്കും പവർഫുൾ ആയതുപോലെ ഫീൽ ചെയ്യാണ്. ഏയ് ചാങ്, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ തരാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഉള്ളിലുള്ള ആ 9 ഹാർട്ട്സ് അതുകൂടി എടുത്ത് ചാങ് മാങ്ങിന് ഹാൻഡ് ഓവർ ചെയ്തു. ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ 4 പേരിൽ ഒരാളെ മാർക്ക് കൊലപ്പെടുത്തിയപ്പോൾ മാർക്കിന് ലഭിച്ച ആ 9 ഹാർട്ടുകൾ അത് സംയോജിപ്പിച്ച് ഒറ്റ ഹാർട്ടാക്കിയിരിക്കുകയാണ്. അതാണ് മാർക്ക് ഇപ്പോൾ ചാങ് മാങ്ങിന് കൊടുത്തത്. ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇത് ചാങ് ഇതൊന്നും എനിക്ക് ഉപയോഗപ്പെടില്ല. ഇത് നിനക്ക് പക്ഷെ ഉപയോഗപ്പെടും. നിന്റെ ബോഡി ഹോളി ബോഡിയാണ്. ആ ഹോളി ബോഡിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നീ ഇതെടുക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ചാങ് മാങ് ആ 9 ഹാർട്ടുകളും അവന്റെ ബോഡിയിലേക്ക് സംയോജിപ്പിച്ചു. ആ 9 ഹാർട്ടുകളും ചാങ് മാങ്ങിന്റെ ബോഡിയിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ ചാങ് മാങ്ങിന്റെ ഉള്ളിൽ ഇപ്പോൾ 20 ഹാർട്ടുകളായി. 81 സേക്രഡ് ഹാർട്ടുകൾ ചാങ് മാങ്ങിന്റെ ബോഡിയിൽ വന്നാൽ ചാങ് മാങ്ങിന് ഈ സെയിന്റ് കിങ്ഡത്തിന്റെ സെയിന്റായി മാറാൻ കഴിയും. ഇപ്പൊ ഇതാ 20 ഹാർട്ടുകൾ. ആ 20 ഹാർട്ടുകളും ചാങ് മാങ്ങിന്റെ ബോഡിയിലേക്ക് എങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ചാങ് മാങ്ങിന്റെ പെരുവിരൽ മുതൽ തലമുടി വരെ പതുക്കെ പതുക്കെ എങ്ങനെ തിളങ്ങുകയാണ്. ശരിക്കും ഒരുപാട് ഊർജ്ജം ചാങ് മാങ്ങിന്റെ ബോഡി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ചാങ് മാങ് അനവധി ടെക്നിക്കൽ ഇപ്പോൾ ആ എനർജി സർക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ചാങ് ഉപയോഗിക്കുമ്പോൾ മാർക്കിനും ആര്യനും അത് വിസിബിളാണ്. ആര്യൻ ശരിക്കും അമ്പരപ്പോടെയാണ് മാർക്ക് ഫെല്ലറെ ഇപ്പൊ കാണുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരാളും അവരുടെ ഏറ്റവും വിലപ്പെട്ട സംഭവങ്ങൾ മറ്റൊരാൾക്ക് സംഭാവനയില്ല. ഇവിടെ ചാങ്ങിന് മാർക്ക് കൊടുത്തത് തന്റെ കൈവശമുണ്ടായിരുന്ന 11 സേക്രഡ് ഹാർട്ടുകളാണ്. സേക്രഡ് ഹാർട്ടുകൾക്ക് വേണ്ടിയാണ് ശരിക്കും ഈ സെയിന്റ് കിങ്ഡത്തിൽ യുദ്ധമെല്ലാം നടക്കുന്നത്. ആ സമയത്താണ് മാർക്ക് ഫെല്ലർ 11 ഹാർട്ടുകൾ ചാങ് മാങ്ങിന് സംഭാവന ചെയ്തത്. ചാങ്ങുമായി നേരത്തെ ആര്യൻ 1-2 തവണ ആ ക്ലിഫിൽ വെച്ച് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു കാര്യം അയാൾക്ക് മനസ്സിലായി, ചാങ്ങും മാർക്കും സുഹൃത്തുക്കളാണ്. ആര്യൻ അമ്പരം നിൽക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ആര്യനോട് പറഞ്ഞു, ആര്യൻ, ചാങ് എന്റെ ബ്രദറാണ്, ഇവൻ എന്റെ എല്ലാമാണ്. മാർക്കിന്റെ ആ മറുപടി ചാങ്ങിന്റെ കണ്ണ് നിറയിപ്പിച്ചു എന്ന് പറയാം. ചാങ് മാർക്കിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. മാർക്കും അങ്ങനെ തന്നെയാണ്. ആര്യനോട് ചാങ്ങും മാർക്കും തമ്മിൽ കണ്ടുമുട്ടിയ കഥ ചാങ് പറയുകയും ചെയ്തു. എന്തായാലും പെട്ടെന്ന് ആ മൂവർ സംഘം ഒരു ടീമായി മാറി. പെട്ടെന്ന് ടീമായി മാറിയതും മാർക്ക് ചാങ്ങിനോട് ചോദിച്ചു, ചാങ്, നേരത്തെ ഇവിടെ നിന്ന കക്ഷി അതാരാ? മാർക്ക്, അതാണ് കുലപതി. കുലപതിയോ? ആ അങ്കിൾ ബായ് എന്ന അദ്ദേഹത്തെ വിളിക്കുക. അതെ, അങ്കിൾ ബായ്. അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക കുലപതി എന്നാണ്. നമ്പർ 1 കുലപതി. അദ്ദേഹത്തെക്കാൾ ശക്തനായ ആരും ഈ മലയിൽ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ആർക്കും അറിയില്ല. മാർക്ക്, അയാൾ പക്ഷേ നിന്റെ ആ ചോദ്യത്തിന് മേൽ ശരിക്കും ഒന്ന് പതറി. അതുകൊണ്ടാണ് അയാൾ നമ്മളെ ഉപേക്ഷിച്ച് കടന്നുപോയത്. സാധാരണഗതിയിൽ നമ്പർ 1 കുലപതി ഒരാളെയും ഒഴിവാക്കാറില്ല. ഞാൻ ഇവിടെ എത്തിയത് എന്നെ ഗാർഡിയൻ ഓഫ് ഓർഡർ ഏൽപ്പിച്ച ഒരു കാര്യം പൂർത്തീകരിക്കാനാണ്. ചാങ്, എന്ത് കാര്യമാണ് അവർ തന്നെ ഏൽപ്പിച്ചത്? മാർക്ക്, ഇവിടെ ഈ താഴ്വരയിൽ, അതായത് ആ ക്ലിഫിനകത്ത്, ആ കൊക്കയിൽ ഒരുപാട് ഇഴജന്തുക്കളുണ്ട്. ക്രീപ്പികളുടെ ആവാസ കേന്ദ്രമാണ് അവിടെ നിന്ന് ആ ക്രീപ്പികളെ തോൽപ്പിച്ച് അവയുടെ ഊർജം ഒരു ബോട്ടിൽ നിറച്ച് ഗാർഡിയൻ ഓഫ് ഓർഡറിന് കൊണ്ടു കൊടുക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും ആര്യൻ ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ് മാങ്, അതൊരു ചതിയാണ്. ആ ക്രീപ്പികളുടെ സ്ഥലത്തേക്ക് പോയാൽ ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഞാനത് ഇവിടെ സ്ഥിരം കാണുന്നതാണ്. ചാങ് മാങ്, നിന്നെ അവസാനിപ്പിക്കാനായി അവര് ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. ആര്യൻ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് ചാങ് മാങ്ങിന് അറിയാം. പക്ഷെ ചാങ് മാങ് ആര്യനോട് പറഞ്ഞു, ആര്യൻ, അത് എന്തു തന്നെയാണെങ്കിലും എനിക്ക് അവരെ നിന്ന് വിട്ടുപോകണമെങ്കിൽ അവർ നൽകിയ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ചാങ് മാങ് ആ കാര്യം വ്യക്തമാക്കിയതും മാർക്ക് ആര്യനോട് പറഞ്ഞു, ആര്യൻ, ചാങ്ങിനൊപ്പം ഞാനും കൂടെ നിൽക്കുകയാണ്. എന്തായാലും ചാങ്ങിൻ്റെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ചാങ്ങിനെ സഹായിക്കും. ഉടൻ തന്നെ ആര്യൻ പറഞ്ഞു, മാർക്ക്,
അങ്ങനെയെങ്കിൽ ഞാനും വരുന്നു. അങ്ങനെ ആ മൂവർ സംഘം പതുക്കെ അവിടെ നടന്ന് ആ ക്ലിഫിന്റെ മുകളിലെത്തി. അവിടുന്ന് താഴേക്ക് നടന്നിറങ്ങാനുള്ള വഴിയുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. ഇരുട്ട് മാത്രമേ ഉള്ളൂ. അഗാധമായ കൊക്കയാണ്. പക്ഷേ സാധാരണ കൊക്കകൾ പോലെ അല്ല, വളരെ വിശാലമാണ്. ആ വിശാലമായ കൊക്കയിലേക്കാണ് ചാങ്ങും മാർക്കും ആര്യനും ഇറങ്ങി തുടങ്ങിയത്. അവരങ്ങനെ ആ മലമുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവർക്ക് അതിശക്തരായ എതിരാളികളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അതെ, ഭാഗ്യം എന്ന് പറയാം. ശക്തരായ പാമ്പുകളാണോ അതോ പാമ്പുകളെ പോലുള്ള മനുഷ്യന്മാരാണോ അവരെ എതിരിടുന്നതെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ മലയ്ക്ക് മുകളിൽ വെച്ച് ആര്യനെ നേരിട്ട ആ സ്ത്രീക്ക് ഉള്ളതുപോലെ ഒരുപാട് കൈകൾ ആ ജീവികൾക്ക് ഉണ്ട്. ഇഴഞ്ഞു വരുന്ന ജീവികളാണ്, പാമ്പുകളെ പോലെയാണ് ഇഴയുന്നത്. പക്ഷെ അവയ്ക്ക് ഒരുപാട് ടെന്റക്കിൾസ് ആണ്. ഈ ഹൈഡ്രയുടെ തലകൾ പോലെയോ അല്ലെങ്കിൽ ഓക്ടോപസിന്റെ കൈകൾ പോലെയോ ഇഷ്ടം പോലെ കൈകൾ ഉണ്ടായി വരും. ആ കൈകൾ ഉപയോഗിച്ചാണ് അവ ആക്രമിക്കുക. ആ ആക്രമണത്തെ അതിജീവിക്കുന്ന മാർക്കും ചാങ്ങും ആര്യനും അവയെ കൊല്ലുമ്പോൾ അവയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ ഷാങ്ങിന്റെ കയ്യിലുള്ള ബോട്ടിൽ നിറച്ചു തുടങ്ങി. അങ്ങനെ ആ ജീവികളെ കൊന്നു പതുക്കെ ആ ടീം മുന്നേറുകയാണ്. ആ ബോട്ടിൽ നിറയുന്നവരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. കൂടുതൽ ശക്തരായ ജീവികൾ നേരിട്ടാൽ കൂടുതൽ വേഗതയിൽ ആ ബോട്ടിൽ നിറയ്ക്കാം. ആ ബോട്ടിൽ നിറച്ചു കഴിഞ്ഞാൽ അതുമായി ഗാർഡിയൻ ഓഫ് ഓർഡറിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി ബോട്ടിൽ അവർക്ക് കൊടുത്തിട്ട് മാർക്കിനൊപ്പം തിരിക്കുക. അതാണ് ഷാങ് മാങ്ങിന്റെ ടാർഗറ്റ്. ഷാങ്ങിനെ ആ കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെയും ആര്യന്റെയും ടാർഗറ്റ്. മാർക്കും ആര്യനും ഷാങ് മാങ്ങിന്റെ ആ ബോട്ടിൽ നിറയ്ക്കാനുള്ള ആ പ്രത്യേക ഊർജത്തിന് വേണ്ടി പതുക്കെ മുന്നേറുകയാണ്. ആദ്യമൊക്കെ അവരുടെ യാത്ര വളരെ എളുപ്പമായിരുന്നെങ്കിലും ഇപ്പോ അവർക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ്. ചുറ്റും ഇരുട്ടായതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ പ്രിമോഡിയൽ ഫയർ ജ്വലിപ്പിച്ചു. അത് കണ്ടതും ആര്യനും ഷാങ് മാങ്ങിനും വളരെ അത്ഭുതം. മാർക്ക്, ഇതെന്താ സംഭവം? അതൊക്കെ ഉണ്ട്, നിങ്ങൾ നിശബ്ദരായി എൻ്റെ കൂടെ വാ. ആ പ്രകാശം അവർക്ക് എന്തായാലും ഒരു വഴികാട്ടിയാവുന്നുണ്ട്. മുന്നോട്ട് നീങ്ങുന്തോറും മാർക്കിനും കൂട്ടർക്കും ഒരു കാര്യം ബോധ്യമായി. ഒരു പ്രഷർ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ അനുഭവപ്പെടുന്ന പ്രഷർ പതുക്കെ കൂടുകയാണ്. മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് വയ്ക്കാനും ശരിക്കും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് അവർ ആക്രമിക്കുന്നതെന്ന് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇരുട്ടാണ്. ഇരുട്ടത്ത് അതിവേഗം എന്തൊക്കെയോ ദേഹത്തേക്ക് പടർന്നു കയറുന്ന പോലെ തോന്നിയതും ഷാങ് മാങ് തന്റെ കരങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായി ഭാഗത്തേക്ക് വീശുകയാണ്. ഷാങ്ങിന്റെ ഇടിയേറ്റ് വള്ളികളൊക്കെ പൊട്ടും പോലെ പലതും പൊട്ടുന്ന ശബ്ദം കേൾക്കാം. മാർക്ക് ആ പ്രകാശം ഒന്നുകൂടി വലുതാക്കിയതും അവരാ കാഴ്ച കണ്ടു. ഒക്ടോപസിന്റെ പോലെ നീളമുള്ള നീരാളി കൈകളുമായി അനവധി ജീവികൾ. ആ ജീവികൾ എന്താണെന്നോ അവയുടെ അസ്തിത്വം എന്താണെന്നോ ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ പല സ്ഥലത്തുനിന്നായി ഈ കൈകൾ പൊങ്ങി വരികയാണ്. അതേസമയത്ത് ഒരു കാഴ്ച കൂടി അവർ കണ്ടു. ഒരുപാട് ഡെഡ് ബോഡികൾ അവിടെ തറയിൽ വീണ് കിടക്കുന്ന കാഴ്ച. ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഡെഡ് ബോഡികൾ വലിച്ചെറിയുന്നത് മാർക്ക് വന്ന സമയത്ത് കണ്ടിരുന്നു. ആ ഡെഡ് ബോഡികളാണ് താഴെ വന്ന് കിടക്കുന്നത്. അവിടെ പ്രാക്ടീസ് ചെയ്യാനായി വരുന്ന, കൾട്ടിവേറ്റ് ചെയ്യാനായി വരുന്ന ആളുകളുടെ ബോഡികളാ താഴെ വീണ് കിടക്കുന്നത്. ആ ബോഡികളിൽ ചവിട്ടി മാത്രമേ ഇപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാർക്കും ഷാങ്ങും ആര്യനും ആ ബോഡികൾക്കിടയിലൂടെ തങ്ങളെ ആക്രമിക്കുന്ന ആ കൈകളെ ഒരു പരുവത്തിൽ തടുത്തെടുത്ത് മുന്നോട്ട് നീങ്ങി തുടങ്ങി. ആ കൈകളുടെ ഉടമകളെ കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റും. അവരങ്ങനെ മുന്നോട്ട് പതുക്കെ നീങ്ങുമ്പോൾ ഒരു ശാന്തത പെട്ടെന്ന് അവിടെ അനുഭവപ്പെട്ടു തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന പ്രഷർ പെട്ടെന്ന് മാറി. അതിനൊപ്പം വല്ലാത്തൊരു നിശബ്ദതയും. അവർ വെക്കുന്ന ഓരോ സ്റ്റെപ്പും അവർക്ക് തന്നെ കേൾക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള നിശബ്ദത. ആ കൂരിരുട്ടിൽ മാർക്കിന്റെ ബോഡിക്ക് പുറത്തുള്ള ആ പ്രകാശത്തിന്റെ മാത്രം സഹായത്താൽ ആ മൂവർ സംഘം മുന്നോട്ട് പതുക്കെ നീങ്ങി മുന്നോട്ട് അങ്ങനെ വരികയാണ്. മുന്നോട്ട് അങ്ങനെ നീങ്ങുമ്പോൾ വീണ്ടും പഴയതുപോലെ അവർക്ക് പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ അനുഭവപ്പെടുമ്പോൾ അവർ ഒരു കാഴ്ച കൂടി കണ്ടു. ഒരു മനുഷ്യനാണ് അവർ കണ്ടത്. അവർക്ക് നേരെ എതിരെ ആ താഴ്വരയിൽ ഒരാള് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആള് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ആ ആളുടെ കൈകൾ രണ്ടും അവർക്ക് നേരെ നീണ്ടതും കയ്യിൽ നിന്ന് പുക പുറത്തേക്ക് വന്നു തുടങ്ങി. ആ പുക പുറത്തേക്ക് വരുന്ന കണ്ടതും ആര്യൻ പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് സ്മോക്ക്മാനാണ്. അതേ മാർക്ക്, അയാൾ എപ്പോഴും ക്ലിഫിന്റെ മുകളിലാണ് കാണുന്നത്. നേരത്തെ ഞാനുമായി ഏറ്റുമുട്ടിയില്ലേ, ആ സ്ത്രീയും ഈ സ്മോക്ക്മാനും വല്ലാത്ത കൂട്ടാണ്. അവർ രണ്ടുമാണ് ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ കൊല്ലുന്നത്. ആ സ്മോക്ക്മാൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആ സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ അവരും ഇവിടെ കണ്ടനെ.
ആര്യൻ അത് പറഞ്ഞപ്പോൾ ആ സ്മോക്ക്മാന്റെ കയ്യിൽ നിന്നുള്ള പുക മാർക്കിനും ടീമിനും അടുത്തേക്ക് എത്തി. ശരിക്കും ആ പുക പ്രകാശം പോലെയാണ് പാഞ്ഞു വരുന്നത്. മാർക്കിന്റെ മാനിഫെസ്റ്റേഷൻ ഗേസ് ആക്ടിവേറ്റ് ചെയ്ത് ആ പുകയിലേക്ക് നോക്കുമ്പോൾ ആ പുകയ്ക്കുള്ളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് ആ പുക വന്ന് മാർക്കിന്റെയും ഷാങ്ങിന്റെയും ആര്യന്റെയും പുറത്തടിച്ചപ്പോൾ മൂവരും പുറകോട്ട് തെറിക്കുകയും ചെയ്തു. ആ പുകയ്ക്ക് ഒരു പവറുണ്ട്. പുറകോട്ട് തെറിച്ച 3 പേരും ഒരു പരുവത്തിൽ ചെടിയായതും ആര്യൻ അവന്റെ വില്ലങ്ങ് കുലച്ചു. ആ ഇരട്ടത്ത് അവിടെയുള്ള എനർജി അത് എന്ത് തന്നെയാണെങ്കിലും ആര്യന്റെ വില്ലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ആ കാര്യം ആര്യൻ അറിയാം. ആര്യൻ ആ പുക വരുന്ന ഭാഗത്തേക്ക് ശക്തമായ അമ്പുകൾ ചെയ്തു തുടങ്ങി. ആര്യന്റെ അമ്പുകൾ പാഞ്ഞു ചെല്ലുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ കേസിലൂടെ മാർക്ക് ആ കാഴ്ച കണ്ടു. ആ അമ്പുകളെ വളരെ കൂളായി ഒഴിയുന്ന ആ സ്മോക്ക്മാനെ അയാൾക്ക് ആ അമ്പുകളുടെ വേഗത തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആര്യൻ ഒരു സ്റ്റെപ്പ് എഹെഡ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. ആ അമ്പുകൾക്ക് തൊട്ടു പുറകെ ആര്യൻ തുരുതുര അമ്പയക്കുകയാണ്. ഓരോ അമ്പിന്റെ പുറകില അടുത്ത അമ്പ് തൊടുന്നത്. അതിന്റെ ഫലമായി മുന്നേ പോയ അമ്പിന്റെ വേഗത പെട്ടെന്ന് വർദ്ധിക്കും. ആ സ്മോക്ക്മാൻ പ്രതീക്ഷിക്കുന്ന ആ വേഗതയ്ക്ക് അപ്പുറത്തേക്ക് പെട്ടെന്ന് അമ്പിന്റെ വേഗത വർദ്ധിക്കുമ്പോൾ അയാളുടെ കാൽക്കുലേഷനിൽ ഒരു മാറ്റം വന്നു. അമ്പ് അയാളുടെ ദേഹത്തേക്ക് തുളച്ചു കയറി. അയാൾ എങ്ങോട്ട് മാറിയാലും അമ്പ് കൊള്ളുമെന്ന ശൈലിയിലേക്ക് എത്തി. ആര്യന്റെ ആ കൈയടക്കം മാർക്കിനെ തെല്ലുന്നൂല അമ്പരപ്പിച്ചത്. ഈ സമയത്ത് ഏതൊക്കെയോ ജീവികൾ ചാങ്ങിന്റെ മുകളിലേക്ക് ചാടി വീണ് കഴിഞ്ഞു. ചാങ് അവരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുമ്പോൾ മാർക്കും തന്നെ ആക്രമിക്കുന്ന ആ ജീവികളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഏതായാലും ഏതാനും മിനിറ്റുകളുടെ ആക്രമണം കഴിഞ്ഞതും ആ സ്മോക്ക്മാൻ നിശബ്ദമായി അവിടെ പിന്മാറി. അയാളുടെ കഴിവ് പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലെന്ന് മാർക്കിന് തോന്നിയപ്പോൾ തന്നെ ആര്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ സ്മോക്ക്മാൻ ആള് അതിശക്തനാണ്. അയാള് നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്തതാണ്. അയാള് വേറെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മാർക്ക് മനസ്സിൽ കരുതിയ അതേ കാര്യമാണ് ആര്യന് പറഞ്ഞത്. ശരിക്കും മാർക്കും ഷാങ്ങും ആര്യനും ആ താഴ്വാരയിൽ ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് നേരെ നടന്ന അറ്റാക്കുകളൊക്കെ വെറുതെ ഒരു കളിയാക്കൽ പോലുള്ള അറ്റാക്ക് ആയിട്ടാണ് അവർക്ക് തോന്നിയത്. ഒരു സീരിയസ് അറ്റാക്ക് അവർക്ക് നേരെ ഉണ്ടായതേ ഇല്ല. വലുതെന്തോ വരാനിരിക്കുന്നു, അങ്ങനെ ഒരു തോന്നൽ ഇപ്പോ മാർക്കിനുണ്ട്. മാർക്ക് ഷാങ്മാങ്ങിനോടും ആര്യനോടായി പറഞ്ഞു, എന്തെങ്കിലും കെണി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവോ? അത് കേട്ടതും ആര്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്മാറാം. ഹേയ്, അതൊന്നും വേണ്ട. എന്ത് കെണി? നമുക്ക് എന്ത് കെണിയാണെങ്കിലും ഈ കൈകൊണ്ട് നേരിടാം. ഷാങ് ആ 20 ഹാർട്ടുകളുടെ ശക്തി ശരിക്കും സ്വയം അനുഭവിക്കുന്നുണ്ട്. ആരെ എതിർക്കാൻ വന്നാലും അവരെ ഒറ്റയിടിക്ക് തരിപ്പണമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഫീല് ഷാങ്ങിന് സ്വയമുണ്ട്. ഷാങ്ങിന്റെ ആ ആത്മവിശ്വാസം മാർക്കിനെ ഒരു പുഞ്ചിരി ഉണ്ടാക്കി. എന്തായാലും ആ ടീം മുന്നോട്ട് നീങ്ങുകയാണ്. എത്ര നേരം അവര് നടന്നു കാണുമെന്ന് അവർക്കറിയില്ല. അവര് നടന്ന് മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്നാണ് അന്തരീക്ഷം ആകെ മാറി മറിയുന്നത്. തുരുതുര മിന്നലുകൾ ആ മലയുടെ മുകളിൽ എവിടെയോ അടിക്കുന്ന പോലെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ താഴെ പ്രകാശമൊന്നും വരുന്നില്ല. മുകളിലെ ആകാശത്തൂടെ ആ മിന്നലുകൾ പായുന്നത് മാർക്കിനും ടീമിനും കാണാം. താഴെ ആ പ്രകാശമൊന്നും വരുന്നില്ല. അവർ താഴെയുള്ള ഇരുട്ടുമായി ഏതാണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാം. അങ്ങനെ മുന്നേറുമ്പോൾ പെട്ടെന്നാണ് ശക്തമായ മുഴക്കം അതിനകത്ത് കേട്ടു തുടങ്ങിയത്. മുഴക്കമാണോ മുരൾച്ചയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ശബ്ദം. ചുറ്റുമുള്ള എല്ലാ ചുവരുകളിൽ നിന്നും മുരൾച്ച കേൾക്കുകയാണ്. ആ മുരൾച്ചയ്ക്കൊപ്പം അതിവേഗതയിൽ 100 കണക്കിന് കൈകൾ അവർക്ക് നേരെ പാഞ്ഞു വന്നു തുടങ്ങി. ആ കൈകൾ അതിവേഗതയിലാണ് ഷാങ്മാങ്ങിനെ അങ്ങ് പിടികൂടിയത്. ഷാങ്ങിന്റെ ബോഡിയെ പെട്ടെന്നാണ് ആ കൈകൾ അങ്ങ് വരിഞ്ഞു മുറുക്കിയത്. 100 കണക്കിന് കൈകൾ ഷാങ്ങിനെ അങ്ങ് വരിഞ്ഞു മുറുക്കിയതും ഷാങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഷാങ് ബന്ധനസ്ഥായതുപോലെയായി. ഷാങ് പെട്ടെന്ന് കൈകൾ ബലപ്പിച്ച് ഇരുഭാഗത്തേക്കൊന്ന് ചലിപ്പിച്ചതും ആ ചങ്ങലകൾ പൊട്ടി. ശരിക്കും ആ കൈകൾ ഊരി തെറിച്ചു എന്ന് പറയാം. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഷാങ് വീണ്ടും ശക്തമായി ബന്ധിക്കപ്പെട്ടു. അത് തന്നെയാണ് ആര്യന്റെ അവസ്ഥ. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ തന്റെ കയ്യിലെ ആ വാൾ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗതയിൽ ആ കൈകൾ അരിഞ്ഞു വീഴ്ത്തുകയാണ്. മാർക്ക് കൈകൾ അരിഞ്ഞു വീഴ്ത്തപ്പോഴേക്കും പുതിയ കൈകൾ അവിടെ ഉദയം കൊള്ളുകയാണ്. അരിഞ്ഞു വീഴ്ത്തപ്പെടുന്ന കൈകളുടെ ഇരട്ടിയിലധികം കൈകളാണ് ഉണ്ടാകുന്നത്. മാർക്കും ചാങ്ങും ആര്യനും ചേർന്ന് ഒരു ടീം പോലെ, ഒരു മെഷീൻ പോലെ അവരെ ആക്രമിക്കുന്ന ആ കൈകളെ നേരിട്ടുണ്ടിരിക്കുമ്പോൾ കൈകളുടെ എണ്ണം കൂടിക്കൂടി വന്നു തുടങ്ങി. 1, 2, 100, 1000 എന്ന് പറയുന്ന ശൈലിയിൽ ഇഷ്ടംപോലെ കൈകൾ വരികയാണ്. ആ കൈകളുമായി ബന്ധിപ്പിച്ച് ഒരു രൂപങ്ങളെയും അവർക്ക് കാണാൻ പറ്റത്തില്ല. അവരെ ആക്രമിക്കുന്ന ആ വള്ളികൾ പോലുള്ള കൈകളെ വെട്ടി വീഴ്ത്തുകയല്ലാതെ വേറെ മാർഗമില്ല. തങ്ങള് എന്നേക്കുമായി ഈ സ്ഥലത്ത് പെട്ടുപോകുമോ എന്ന് അവർക്ക് തോന്നിയ ആ നിമിഷത്തിൽ മുകളിൽ നിന്ന് ഒരു പ്രകാശം താഴേക്ക് വന്ന് പതിച്ചു. ശരിക്കും ഒരു സോഡ് ലൈറ്റാണ് താഴേക്ക് വരുന്നത്. അതിശക്തമായ ആ സോഡ് ലൈറ്റ് മാർക്കിനെ ടീമിനെ ആക്രമിക്കുന്ന ആ കൈകളിലൂടെ അങ്ങനെ കടന്നു പോയതും മാർക്ക് ആ കാഴ്ച കണ്ടു. ആ
ഇരു കൈകളിലും വാളുമായി ഒരു സുന്ദരി താഴേക്ക് പറന്നിറങ്ങുന്ന കാഴ്ച. ആ സുന്ദരിയെ മാർക്ക് അറിയും. അത് ഹോളി ഡോട്ടർ സഷൽ മെങ് ആണ്. ആ 19-ാം പ്രിസണകത്തേക്ക് മാർക്കിനോട് കയറാൻ ആവശ്യപ്പെട്ട അതേ മെങ്. ഇരു കൈകളിലും വാളുമായി അവരുടെ മുന്നിലെത്തിയ മെങ്ങിന്റെ ഇരു കൈകൾ കൊണ്ടുള്ള അഭ്യാസത്തിൽ ആ കൈകൾ ഒന്നൊന്നായി അറ്റു വീണു. പെട്ടെന്നാണ് പ്രകാശ വേഗതയിൽ ആയിരക്കണക്കിന് കൈകൾ അറ്റുതെറിക്കുന്നത്. ആ കൈകൾ അറ്റുതെറിച്ചതും നേരത്തെ മാർക്കൻ ടീമോ അരിഞ്ഞപ്പോൾ മടങ്ങി വന്നതുപോലെ ആ കൈകൾ മടങ്ങി വന്നില്ല. അത് കണ്ടതും ആര്യനും ചാങ്മാങ്ങും അമ്പരപ്പോടെ ആ സ്ത്രീയെ നോക്കുമ്പോൾ ആര്യം പറയുകയും ചെയ്തു, ഇത് ഹോളി ഡോക്ടറാണല്ലോ. മാർക്ക് നിശബ്ദനായി നിൽക്കുകയാണ്. ഹോളി ഡോക്ടർ മെങ് എന്തിനായിരിക്കാം തങ്ങളെ സഹായിക്കാനായി ഇപ്പോ ആ ക്ലിഫിനകത്തേക്ക് വന്നത്? അതാണ് മാർക്ക് ആലോചിക്കുന്നത്. മാർക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവരുടെ ദൃഷ്ടി ഒരു പ്രത്യേക പോയിന്റിലേക്ക് മാറി. ആ ഭാഗത്ത് പെട്ടെന്നാണ് നീരാളിയെ പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടത്. അതിശക്തമായ ഒരു തലയുള്ള ഒരുപാട് കൈകളുള്ള ഒരു നീരാളി അവരെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. ശരിക്കും അതിൻ്റെ കണ്ണുകൾ നന്നായി പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശമാണ് ആ സ്ഥലത്ത് കാഴ്ച ഉണ്ടാക്കുന്നതിന്. മാർക്കും ഷാങ്മാങ്ങും ആര്യനും മെങ്ങും ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ആ രൂപം ചലിച്ചു തുടങ്ങി. അത് ചലിച്ചു തുടങ്ങി എന്ന് അവർക്ക് തോന്നിയ നിമിഷം തന്നെ അത് അവരുടെ മുന്നിലെത്തുകയും ചെയ്തു. അത് പ്രതീക്ഷിച്ച മാങ് ശക്തമായി ആ രൂപത്തിന്റെ പുറത്തുകൂടി ആഞ്ഞങ്ങ് വെട്ടി. ആ രൂപത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് മാങ്ങിന്റെ ആ വാളങ്ങനെ കടന്നു പോകുമ്പോൾ പല സ്ഥലത്തു നിന്നായി അനവധി അതുപോലുള്ള നീരാളികൾ അവരുടെ മുകളിലേക്ക് ചാടി വീണു. അടുത്ത ഏതാനും മിനിറ്റുകൾ അവിടെ പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. മാർക്കും ആര്യനും ചാങ്മാങ്ങും മെങ്ങും ഒരുമിച്ച് ചേർന്ന് അവരെ ആക്രമിക്കുന്ന ആ ജീവികളെ തലങ്ങും വിലങ്ങും വെട്ടി വീഴ്ത്തുകയാണ്. പക്ഷെ എവിടെ നിന്നും അറിയത്തില്ല, പിന്നെയും ആ രൂപം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പലതും ഇപ്പോൾ തറയെക്കൂടെ ഇഴഞ്ഞും പറന്നുമൊക്കെ അവരുടെ നേരെ വരികയാണ്. എവിടെ നോക്കിയാലും ആ രൂപങ്ങളേ ഉള്ളൂ. മാർക്കൻ ടീമും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മെങ് പെട്ടെന്ന് ഒന്നുകൂടി മുകളിലേക്ക് ഉയർന്ന് അവളുടെ വാൾ ഉപയോഗിച്ച് അതിശക്തമായി ആ ഏറ്റവും വലിയ നീരാളിയുടെ മുന്നിലേക്ക് കുതിച്ചു. അവർ 4 പേരും ആ നീരാളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നീരാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നീരാളിയെ മെങ്ങിന്റെ ശ്രദ്ധയപ്പെട്ടു. മെങ് പെട്ടെന്ന് ആ നീരാളിക്ക് നേരെ കുതിച്ച മെങ് അതിവേഗതയിൽ അതിന്റെ മുകളിലെത്തി അതിനെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു. ശരിക്കും അതിനെ തലങ്ങും വിലങ്ങും മെങ്ങ് വെട്ടുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മെങ്ങിനെ ബാക്കിയുള്ള നീരാളികളങ്ങ് വിഴുങ്ങി. ശരിക്കും അത് അവരെ അങ്ങ് ഏതാണ്ട് പൂർണ്ണമായും മൂടി എന്ന് പറയാം. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുമ്പോഴേക്കും മെങ്ങും അവരും തമ്മിൽ ശക്തമായ ഒരു സംഘടനം നടക്കുകയാണ്. ആ സംഘടനം നടക്കുന്ന പോയിന്റിലേക്ക് മാർക്കിന് ഓടിയെത്താൻ പറ്റും മുമ്പ് മെങ്ങിന്റെ പുറത്ത് ഒരുപാട് കൈകൾ വീണു. ആ കൈകൾ അരിഞ്ഞു തള്ളിക്കൊണ്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുമ്പോഴേക്കും മെങ്ങ് തളർന്ന് ദൂരേക്ക് വീണ് കഴിഞ്ഞു. ശരിക്കും മെങ്ങിന്റെ പുറത്തേക്ക് ആയിരക്കണക്കിന് കൈകൾ വരികയും അവ ഒന്നിച്ച് മെങ്ങിനെ ഞെക്കി എന്ന് പറയാം. അതിന്റെ ഫലമായിട്ടാണ് മെങ്ങ് വല്ലാത്ത ഒരു കണ്ടീഷനിൽ താഴേക്ക് വീണത്. താഴേക്ക് വീണ ആ നിമിഷത്തിൽ മെങ്ങ് മാർക്കിനോട് പറയുകയും ചെയ്തു, മാർക്ക് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. കേൾക്കേണ്ട താമസം മെങ്ങും ചാങ്മാങ്ങും ആര്യനും ഓടി ആ ലേഡിയുടെ അടുത്തെത്തിയതും മാർക്ക് ഫെല്ലർ ആ ലേഡിയെ എടുത്ത് തോളിലിട്ടുകൊണ്ട് പുറകോട്ട് നടന്നു തുടങ്ങി. അവർ അതിവേഗം പുറകോട്ട് ഓടുകയാണ്. ഈ സമയത്ത് പുറകിൽ നിന്ന് ആ നീരാളികൾ അവരെ പിന്തുടരുന്നത് കൃത്യമായും മാർക്കിന് കേൾക്കാം. ആര്യന്റെ അമ്പുകൾ ആ നീരാളികളുമായി ഏറ്റുമുട്ടുന്നതും മാർക്ക് അറിയുന്നുണ്ട്. ആര്യൻ തുരുതുര അമ്പയക്കുകയാണ്. 100 കണക്കിന് അമ്പുകളാണ് ആര്യന്റെ ആ വില്ലിൽ നിന്ന് പാഞ്ഞു പോകുന്നത്. ആര്യൻ ഇപ്പോൾ ആ വില്ലിൽ അമ്പുകൾ സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ആര്യൻ എത്തിയിരിക്കുകയാണ്. ചാങ്മാങ്ങും അതേ ശൈലി നിൽക്കുകയാണ്. ചാങ്ങും ആര്യനും അതിശക്തമായി ആ നീരാളികളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മാർക്കിനൊപ്പം പുറകോട്ട് തിരിഞ്ഞു ഓടുകയാണ്. മാർക്ക് ഇതിനിടയിൽ ആര്യനോട് പറഞ്ഞു, ആര്യൻ ഞാന് മെങ്ങിനെ തൽക്കാലം നമ്മുടെ റിങ്ങിനകത്തേക്ക് മാറ്റാം. മാർക്കിന്റെ കയ്യിലുള്ള ആ സ്പെഷ്യൽ റിങ്ങിനകത്തേക്ക് മാർക്ക് പെട്ടെന്ന് ജീവനുള്ള മെങ്ങിനെ അങ്ങ് മാറ്റി. ഹോളി ഡോക്ടറെ ജീവനോട് അതിനകത്തേക്ക് മാറ്റിയിട്ട് മാർക്ക് തിരിഞ്ഞ് ആ നീരാളികളെ നേരിട്ട് തുടങ്ങി. ആര്യനും ചാങ്മാങ്ങും മാത്രം ആ നീരാളികളെ നേരിട്ടാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് മാർക്കും കൂടി ആ യുദ്ധത്തിന്റെ ഭാഗമായത്. യുദ്ധത്തിന്റെ ഭാഗമായ മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ആ നൈറ്റ് എനർജി ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം ആ നീരാളികളെ ആ ടൈഗർ വുഡ്സ് ഉപയോഗിച്ച് നേരിട്ടോടുകൂടി രംഗത്തിന് ഒരു മാറ്റമുണ്ടായി. ആ ഇരുട്ടിന്റെ സന്തതികളെ ഇരുട്ടിന്റെ എനർജി കൊണ്ട് നേരിട്ടപ്പോൾ പെട്ടെന്ന് അവ അങ്ങ് അപ്രത്യക്ഷമായതും അവർ 3 പേരും അതിവേഗം അവിടെ നിന്ന് മാറി ആ ക്ലിഫിന്റെ മുകളിലേക്ക് നടക്കുമ്പോൾ മുകളിൽ അവരൊരു കാഴ്ച കണ്ടു. അനവധി ആളുകൾ ആ ഭാഗത്തേക്ക് വരുന്ന
കാഴ്ചയാണ് അവർ കണ്ടത്. ആ കാഴ്ച കണ്ട ആര്യൻ അമ്പരപ്പോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ വരുന്നത് ആരെന്നറിയാവോ? ആര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയ മാർക്ക് ആ കാഴ്ച കണ്ടു. മാർക്കിന് ആ വരുന്ന ആളെ അറിയാം. അത് സാക്ഷാൽ ഫാറ്റി സീത്തു ആണ്. ഫാറ്റി സീത്തുവിനൊപ്പം 3-4 ആളുകളുമുണ്ട്. ഈ സമയത്ത് ക്ലിഫിന്റെ മുകളിൽ ഒരുപാട് യോദ്ധാക്കൾ എത്തിയിട്ടുണ്ട്. താഴെ അതിശക്തമായ സംഘടന നടക്കുന്നത് അറിഞ്ഞുകൊണ്ടാണോ അവർ എത്തിയെന്ന് ഒരു സംശയം മാർക്കിനുണ്ട്. പക്ഷെ മാർക്കറ്റ് ടീമും നടന്ന ആ മുകളിലേക്ക് കയറുമ്പോൾ മുകളിൽ നേരത്തെ അവർ കണ്ട ഒരു കാഴ്ചയല്ല ഉള്ളത്. അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. മുകളിലെത്തിയിരിക്കുന്ന ആളുകളൊക്കെയും താഴേക്ക് നോക്കുകയാണ്. താഴെ ആ ക്ലിഫിനകത്ത് ആ കിഴക്കൻ തൊക്കായ ആ കുഴിക്കുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ മാർക്കിനെ കൂടുതലുള്ളവർക്കും അറിയില്ല. അവരവിടെ കണ്ടത് നീരാളികളെയാണ്. പക്ഷെ ഇപ്പോൾ മുകളിൽ നോക്കുമ്പോൾ വേറൊരു കാഴ്ച അവർ കാണുകയാണ്. അവിടെ ആ താഴ്വരയ്ക്കുള്ളിൽ എന്തൊക്കെയോ പറക്കുമ്പോഴുള്ള ഒരു രംഗമാണ് മാർക്കറ്റ് ടീമും മുകളിലെത്തിയപ്പോൾ കാണുന്നത്. ചെറിയ ചെറിയ പേപ്പറുകൾ പോലെ എന്തോ താഴ്ന്ന് പറന്നു തുടങ്ങി. ഒരു വലിയ പേപ്പർ കൂനയിൽ കാറ്റടിച്ചാൽ ആ പേപ്പറുകൾ മുകളിലേക്ക് ഇങ്ങനെ പറക്കുമല്ലോ. അങ്ങനെ പേപ്പറുകൾ പറക്കുമ്പോൾ ഒരു ഫീലാണ് മുകളിലെത്തിയ മാർക്കും ചാങ്ങും അതുപോലെ ആര്യനെയും കണ്ടത്. മാർക്കിന്റെ കയ്യിലെ ആ മാന്ത്രിക നിലവറയ്ക്കുള്ളിലേക്ക് മെങ്ങ് മാറിയിരിക്കുകയാണ്. ഈ സമയത്ത് മുകളിൽ ഒരുപാട് ഫൈറ്റേഴ്സ് എത്തിക്കഴിഞ്ഞു. ആ ഫൈറ്റേഴ്സ് എല്ലാം താഴേക്ക് നോക്കുകയാണ്. താഴെന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്ന ആ പേപ്പറിൽ കണ്ട ആര്യനാണ് മാർക്കിനോട് ആ കാര്യം പറഞ്ഞത്. മാർക്ക്, അതാണ് സകലരും കാത്തിരുന്ന ആ ഡിവൈൻ പേപ്പർ. ഡിവൈൻ പേപ്പറോ? ആര്യൻ, എന്താ സംഭവം? മാർക്ക്, അതാണ് ഗോഡ് സ്ക്രിപ്ചറോ? അതെ, നമ്മുടെ സെയിന്റ് ലെവലിന് മുകളിലുള്ള ആളുകളെ അല്ലേ നമ്മൾ ഗോഡുകൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഗോഡുകളുടെ കൂട്ടത്തിൽ ആരോ എഴുതിയ ഒരു രേഖയാണ് അവിടെ പറന്നു കിടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വൻ ശക്തിയുള്ള മന്ത്രങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. ആര്യന് കുറെ നാളുകളായിട്ട് ഈ ക്ലിഫിലുണ്ട്. അതുകൊണ്ട് ആര്യന് കഥ ഏകദേശം അറിയാം. ചാങ്മാങ്ങും മാർക്കും വല്ലാത്തൊരു കൗതുകത്തോടെ താഴെ നോക്കുമ്പോൾ ആ വിശാലമായ ആ കറുത്ത പ്രതലം പതുക്കെ പതുക്കെ പ്രകാശിച്ചു തുടങ്ങിയാണ്. ശരിക്കും നല്ല പ്രകാശം ഇപ്പോൾ ആ കുഴിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിവിശാലമായ കുഴിയാണ്. ആ പ്രകാശത്തിൽ പേപ്പറുകളെന്ന് അവർക്ക് തോന്നിയ ആ സംഭവങ്ങൾ ഇപ്പോൾ ഫലകങ്ങളായി മാറിയിരിക്കുകയാണ്. ശവക്കല്ലറിലൊക്കെ നമ്മൾ സ്ഥാപിക്കുന്ന മാർബിൾ കൊണ്ടുള്ള ഫലകം പോലെയുള്ള ഫലകങ്ങളായി അവിടെ ആ എഴുത്തുകൾ പറന്നു കിടക്കുകയാണ്. ശരിക്കും മന്ത്രങ്ങൾ എഴുതിയ മാർബിൾ കല്ലുകൾ ആകാശത്ത് പറന്നു കിടക്കുന്ന ഒരു പ്രതീതി. പക്ഷെ ആകാശം എന്ന് പറയാൻ കഴിയില്ല. ആ കുഴിയുടെ മുകൾ ഭാഗത്താണ് അത് പറന്നു കിടക്കുന്നത്. ഈ കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് മുകളിലുള്ള ആളുകളൊക്കെ. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെയാണ് സാക്ഷാൽ ഫാറ്റി സിത്തുവും ടീമും നടന്നു വരുന്നത്. ഫാറ്റി സിത്തു ആ ആളുകൾക്കിടയിലേക്ക് എത്തിയതും ഉറക്കെ പറഞ്ഞു, നിങ്ങളിൽ ധൈര്യമുള്ളവർക്കൊക്കെ എന്നോടൊപ്പം ചേരാം. എന്നോടൊപ്പം ചേരുന്നവർക്ക് ഞാൻ ആവശ്യമായ മാന്ത്രിക ആർട്ടിഫാക്റ്റുകൾ നൽകും. ലക്ഷ്യം താഴെ കാണുന്ന ആ ഫലകങ്ങളാണ്. പരമാവധി ഫലകങ്ങൾ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം. അതിന് എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് എന്നോടൊപ്പം നിൽക്കാം. വളരെ വലിയൊരു ഓഫറാണ് ശരിക്കും ഫാറ്റി സീത്തു മുന്നോട്ട് വെച്ചത്. അത് കേട്ടത് ചാങ്മാങ് പറഞ്ഞു, ഛേ, ഇവൻ എന്തൊരു മണ്ടനാ, പണമുണ്ടെന്ന് കരുതി ആളുകളെ വിലക്കെടുക്കാന്നാണോ ഇവൻ കരുതുന്നത്? അതിന് മറുപടി പറഞ്ഞത് ആര്യനാണ്. ഏയ് ചാങ്, നീ വിചാരിക്കുന്ന കഥാപാത്രമല്ല ആ ഫാറ്റി. അയാള് ഈ സെയിന്റ് വേൾഡിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മകനാണ്. അവരുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള മാന്ത്രിക ആയുധങ്ങളുമുണ്ട്. അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒരു കാര്യവും ഈ സെയിന്റ് വേൾഡിൽ ഇല്ലെന്നാണ്. അത് കേട്ടപ്പോൾ ചാങ്ങിനൊരു വല്ലാത്ത അതിശയം. മാർക്ക് പക്ഷേ നിശബ്ദനായി ആ ഫാറ്റി സിദ്ധു വരുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഫാറ്റി സിദ്ധുവിൻ്റെ സംഭാഷണം ശ്രദ്ധിച്ച ചില ആളുകൾ ഫാറ്റി സിദ്ധുവിനോട് ഒന്നും മറുപടി പറയാതെ ആ ക്ലിഫിനകത്തേക്ക് ഒരൊറ്റ ജമ്പ്. മാന്ത്രിക ഫലകങ്ങൾ പറന്നു നടക്കുന്നത് കണ്ട ആളുകളാണ് അകത്തേക്ക് ജമ്പ് ചെയ്തത്. ഒറ്റ ജമ്പിൽ ആ ഫലകങ്ങൾ പിടികൂടി മുകളിലേക്ക് തിരിച്ചു കയറുക, അതാണ് അവരുടെ ടാർഗറ്റ്. പക്ഷേ താഴേക്ക് ആളുകൾ ചാടിയ നിമിഷത്തിൽ കണ്ണഞ്ചിപ്പോകുന്ന ഒരു കാഴ്ച ആളുകൾ കണ്ടു. താഴേക്ക് പാഞ്ഞ ആളുകളൊക്കെ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. ശരിക്കും ശുദ്ധശൂന്യതയിൽ അവർ ലയിച്ചതുപോലെ അവര് ആ അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ചേരുകയാണ്. അവരെ ആ അന്തരീക്ഷം ഏതാണ്ട് പൊടിച്ചു എന്ന് പറയാം. മാർക്കിൻ ടീമും താഴെയാണ് നിന്നത്. അവർ ഈ കാഴ്ച കാണുന്നത് അവർ നിന്നതിനേക്കാൾ ഏകദേശം ഒരു 100 അടി മുകളിലാണ്. അവർ നിന്ന സ്ഥലത്ത് ഇപ്പോൾ എന്തായിരിക്കുമോ അവസ്ഥ? പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യമാണ് ചാങ്മാങ്ങിനും ആര്യനൊക്കെ ഉണ്ടായത്. ആ ചോദ്യം ഉണ്ടായതും അവർ മാർക്കിൻ്റെ മുഖത്തേക്ക് നോക്കി. മാർക്കും ഏതാണ്ട് അതാണ് ആലോചിക്കുന്നത്.
ശരിക്കും അവർ ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരാനുള്ള സമയം മാത്രമാണ് അവർ എടുത്തത്. അതിനിടയിൽ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. താഴേക്ക് ചാടാൻ ശ്രമിച്ച ആളുകളെ ആ ഫലകങ്ങൾ ഇല്ലാതാക്കി കാണുമോ എന്നൊരു സംശയം ഇതിനിടയിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടായി. പെട്ടെന്ന് ഫാറ്റി സിദ്ധു മാർക്കിനെ കണ്ടു. ഫാറ്റി സിദ്ധു ഉടൻ മാർക്കിനടുത്തേക്ക് ഓടി വന്നു. ബോസ് അങ്ങിവിടെ. ഫാറ്റി സിദ്ധു കണ്ടിട്ട് എത്ര നാളായി? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോഴേക്കും ഫാറ്റി സിദ്ധു മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് കുറച്ച് പുറകോട്ട് മാറാം. അങ്ങനെ പറഞ്ഞ അയാളുടെ കൈയൊന്ന് അനക്കിയതും ഒരു ഷീൽഡ് അയാളുടെ കയ്യിലേക്ക് വന്നു. ആ ഷീൽഡ് ഇടത് കയ്യിൽ പിടിച്ച ഫാറ്റി സിദ്ധു അയാളുടെ കൈ ഒരിക്കൽ കൂടി ഒന്ന് അനക്കിയതും ഫാറ്റി സിദ്ധുവും മാർക്കും ചാങ്ങും ആര്യനും അതിവേഗം ഒത്തിരി ദൂരേക്ക് പിന്തള്ളപ്പെട്ടു. അവർക്കൊപ്പം വേറെ ആളുകളുമുണ്ട്. അത് ഫാറ്റിയുടെ ബോഡി ഗാർഡുകളാണ്. ഏകദേശം ഒരു 500-1000 അടി പുറകോട്ടെങ്കിലും അവർ മാറിയെന്ന് പറയാം. ആ ക്ലിഫിൽ നിന്ന് അത്രയും ദൂരേക്ക് തങ്ങൾ വലിച്ചു മാറ്റപ്പെട്ട കണ്ടതും ചാങ്മാങ് ഫാറ്റിയോട് ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിച്ചത്? എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരേക്ക് മാറിയത്? ചാങ്ങിന്റെ ചോദ്യം കേട്ടപ്പോൾ ചാങ്ങിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ഫാറ്റി ചാങ്ങിനോട് പറഞ്ഞു, സുഹൃത്തെ, അതിന് ഉത്തരം ഞാനല്ല പറയേണ്ടത്, ദാ അവിടമാണ്. അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ചാങ്ങും കൂട്ടർ നോക്കുമ്പോൾ നേരത്തെ താഴെ കണ്ട ആ മാർബിൾ ഫലകങ്ങൾ പതുക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ക്ലിഫിന്റെ മുകളിൽ നമുക്ക് ഇഷ്ടംപോലെ ഫലകങ്ങൾ കാണാം. ആ ഫലകങ്ങൾ മുകളിലേക്ക് വന്നതും അവിടെയുള്ള എൻറ്റയർ അന്തരീക്ഷവും ആകെ മാറി അങ്ങ് മറിഞ്ഞു. ആ ഫലകങ്ങൾ അവിടെ എത്തിയതും ആ എൻറ്റയർ മേഖലയിലും ശക്തമായ ഒരു പ്രശ്നം അനുഭവപ്പെട്ട് കാണണം. അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ആ യോദ്ധാക്കൾ മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ചാങ്മാങ് കാണുന്നത്. ചാങ്മാങ്ങും ടീമും അവിടെ നിന്നിരുന്നെങ്കിൽ അവരും പൊട്ടിത്തെറിച്ചിനെ. ഫാറ്റി സിദ്ധുവിന് കാര്യങ്ങൾ വ്യക്തമായി റീഡ് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ അവരുടെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിന് എന്തായാലും ഉള്ളത്. മാർക്ക് ഫാറ്റിയോട് പറഞ്ഞു, സിധു, എന്താ സംഭവം? മാർക്ക്, വല്ലപ്പോഴൊരിക്കൽ മാത്രമാണ് ഈ സ്ഥലത്ത് നിന്ന് അപൂർവമായ എന്തെങ്കിലും കിട്ടുക. നമ്മളെ കാണുന്ന ഫലകമുണ്ടല്ലോ, അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. അത് നേടാൻ കഴിഞ്ഞാൽ പിന്നെയുള്ള കൾട്ടിവേഷൻ വളരെ എളുപ്പമായിരിക്കും. ഒത്തിരിയേറെ ഫലകങ്ങൾ ആ താഴ്വാരയ്ക്ക് മുകളിലായിട്ടുണ്ട്. പക്ഷെ അത് പിടിച്ചെടുക്കണം, എങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ. പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് ചുറ്റുമുള്ള അന്തരീക്ഷം അവരോട് പറയുന്നുണ്ട്. നേരത്തെ അവിടെ കുറേയേറെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല, എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആ ഫലകങ്ങൾ എങ്ങനെ പിടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് മാർക്കും ചാങ്ങും ഒക്കെ മനസ്സിൽ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. അവിടേക്ക് ഒത്തിരിയേറെ ആളുകൾ വരുന്ന രംഗമാണ് മാർക്ക് കണ്ടത്. വന്ന ആളിനെ മാർക്ക് നോക്കുമ്പോൾ ആരുടെ ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, അതാണ് ആലിസ്റ്റർ കുടുംബത്തിലെ തലവൻ സക്ഷൽ മിങ് ആലിസ്റ്റർ. അദ്ദേഹമാണ് കുടുംബനാഥൻ. ഈ സെയിന്റ് വേർഡിൽ ആലിസ്റ്റർ കുടുംബമാണ് അവസാന വാക്ക്. ആലിസ്റ്റർ കുടുംബത്തിലെ ലോർഡ് ആലിസ്റ്ററെ മാർക്കിന് അറിയാം. റിയയുടെ പിതാവിനെയാണ് മാർക്ക് ഇപ്പൊ കണ്ടത്. നേരത്തെ അവിടെ ആ ലിങ്ക് സിറ്റിയിൽ ആലിസ്റ്റർ കുടുംബത്തിൽ നിന്ന് മടങ്ങി മാർക്ക് കാങ്ങിനെ കാണാൻ വന്നപ്പോൾ റിയയുടെ സഹോദരൻ മാർക്കിനടുത്ത് വന്നിരുന്നു. അന്നൊരു ഭീഷണി അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് മാർക്കിനെ കാണാൻ വന്ന റിയയുടെ സഹോദരൻ മാർക്കിനോട് ചോദിച്ചത് ഒരു സിമ്പിൾ ചോദ്യമാണ്. മാർക്കും റിയയും മാത്രമുണ്ടായിരുന്ന ആ മിസ്റ്റിക് വേർഡിൽ എന്ത് സംഭവിച്ചു എന്നാണ് അയാൾ ചോദിച്ചത്. റിയ സുന്ദരിയാണ്. സുന്ദരിയായ റിയയ്ക്കൊപ്പം മാർക്ക് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അയാൾക്ക് അറിയേണ്ടിരുന്നത്. മാർക്ക് അതിന് മറുപടി പറഞ്ഞു. റിയയും മാർക്കും ചേർന്ന് കൾട്ടിവേഷൻ ആക്ടിവിറ്റീസിൽ വ്യാപൃതനായിരുന്നു എന്നാണ് മാർക്ക് പറഞ്ഞത്. എന്തോ റിയയുടെ ബ്രദറിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനത് പ്രതികരിച്ചത് മാർക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ മാർക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന റിയയുടെ പിതാവിനെയാണ് കാണുന്നത്, സക്ഷൽ മിങ് ആലിസ്റ്ററെ മാർക്ക് ഫെല്ലർ കണ്ടതും പെട്ടെന്നാണ് ആ ഫലകങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമായത്. ആ ഫലകങ്ങൾ മുഴുവൻ അപ്രത്യക്ഷമായി പകരം അവിടെ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടു. അതൊരു ബുദ്ധ സന്യാസിയുടെ വേഷം ധരിച്ച കക്ഷിയാണ്. ആ സന്യാസിയെ കണ്ട മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ആ സന്യാസിയെ മാർക്ക് പലതവണ കണ്ടിട്ടുണ്ട്. ആദ്യമായി മാർക്ക് ആ സന്യാസിയെ കാണുന്നത് ഒരു മരുന്നിന് വേണ്ടി മാർക്ക് ഒരു ഗ്രാമത്തിന്റെ സമീപത്തുള്ള വനത്തിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ മോൺസ്റ്റേഴ്സിന്റെ ആക്രമണത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിനെ രക്ഷിക്കുന്ന ഒരു സന്യാസിയുടെ രൂപത്തിലാണ്. അന്ന് മാർക്കിനെയും അയാൾ രക്ഷിച്ചിരുന്നു. അതിനുശേഷം മാർക്ക് അയാളെ കാണുമ്പോൾ അയാൾ മോൺസ്റ്റേഴ്സിന്റെ ഭാഗമാണ്. മോൺസ്റ്റേഴ്സിന്റെ അൾത്താരയിൽ
മോഡ്സസ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുമ്പോൾ അന്ന് ഹെക്ടറിങ് അവിടെ എത്തിയപ്പോൾ ഹെക്ടറിങ് ഉൾപ്പെടെയുള്ള സകല ആളുകൾക്കും സംരക്ഷണം കൊടുത്തത് ആ സന്യാസിയാണ്. ആ സന്യാസിയെ മാർക്ക് ഇതാ വീണ്ടും കാണുകയാണ്. പെട്ടെന്ന് മാർക്കിന് ആ സ്പേസ് ഷിപ്പിൽ വെച്ച് വേറൊരു സന്യാസി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ചതിയനായിട്ടുണ്ട്. ആ സംഭാഷണം ഓർമ്മ വന്നതും മാർക്ക് ആ വന്ന ബുദ്ധ സന്യാസിയെ നോക്കി. ഇനി ഈ ബുദ്ധഭിക്ഷു ചെൻ ആണോ ആ ചതിയൻ? ചെൻ ശിഷ എന്ന ആ ബുദ്ധ സന്യാസി ആ ക്ലിഫിന്റെ മുകളിലെത്തിയതും പെട്ടെന്ന് അയാൾ ചുറ്റും ഒന്ന് നോക്കി. ചെൻ ശിഷ സകലരെയും ഒന്ന് നോക്കിയാണ്. ചെൻ ശിഷ എല്ലാവരും നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ പറഞ്ഞിട്ട് ചെൻ ശിഷ അയാളുടെ കൈകൾ അനക്കിയതും ആ എൻറ്റയർ മേഖലയിലും ഒളിച്ചു നിൽക്കുകയായിരുന്ന ഒത്തിരിയേറെ യോദ്ധാക്കൾ മുന്നോട്ട് വന്നു. ശരിക്കും ആ യോദ്ധാക്കളെ അയാൾ അവിടേക്ക് വലിച്ചു വരുത്തുകയായിരുന്നു പറയാം. വലിച്ചു വരുത്തപ്പെട്ട ആ യോദ്ധാക്കൾ ആലിസ്റ്റർ കണ്ടുകൊണ്ട് നിൽക്കുകയും ആ യോദ്ധാക്കൾ ചാരമായി മാറിയതും മിങ് ആലിസ്റ്റർ ചെൻ ശിഷ്യമായി എതിരിട്ട് തുടങ്ങി. ശരിക്കും സമാനതകളില്ലാത്ത ഒരു യുദ്ധത്തിന് മാർക്ക് ഫെല്ലർ സാക്ഷ്യം വഹിക്കുകയാണ്. ചെൻ ശിഷ്യയും ആ മിങ് ആലിസ്റ്റർ തമ്മിലുള്ള യുദ്ധത്തിൽ മിങ് ആലിസ്റ്റർക്കാണ് ആധിപത്യം. പക്ഷേ ഈ ചെങ്ങിന് ഒരു വല്ലാത്ത കപ്പാസിറ്റി ഉണ്ട്. അവൻ്റെ കയ്യിൽ ഒരുപാട് അടവുകൾ ഉണ്ടെന്ന് മാർക്കും കൂട്ടരും തിരിച്ചറിയുമ്പോഴേക്കും ചെങ്ങ് ഒരു അപ്പർ ഹാൻഡ് നേടിയിരുന്നു. പക്ഷെ ആ നിമിഷത്തിലാണ് മറ്റൊരു അവതാരം കൂടി അവിടെ എത്തിയത്. അത് സാക്ഷാൽ സിമ്രാനാണ്. സിമ്രാനെ മാർക്കിന് അറിയാം. അവിടെ ഡീമൺ സ്ലേയിങ് വാലിയിൽ ആ ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ 5ാമത്തെ നിലയിൽ മാർക്ക് അവരെ കണ്ടിരുന്നു. 10 ഡയറക്ഷൻസ് ഓഫ് അനിലേഷൻ എന്ന ആ ആയുധം സംഘടിപ്പിക്കാനായി അവിടെ എത്തിയ സിമ്രാനെ മാർക്ക് എന്ന് പരിചയപ്പെട്ടതാണ്. അന്ന് മാർക്കിനെ ഉപദ്രവിക്കാതെ സിമ്രാൻ വിട്ടിരുന്നു. അവർ ഗോഡ് സ്ലേയിങ് ഡിവിഷന്റെ ആളാണ്. സിമ്രാൻ രംഗത്ത് വന്നതും 10 ഡയറക്ഷൻസ് ഓഫ് അനിലേഷൻ അവർ ആക്ടിവേറ്റ് ചെയ്തതും ഒരേ നിമിഷത്തിലാണ്. ഒരു ഭാഗത്ത് ആലിസ്റ്റർ, മറുഭാഗത്ത് സാക്ഷാൽ സിമ്രാൻ. അവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെൻ ശിക്ഷയെ നേരിട്ടതും ചെൻ ശിക്ഷ പെട്ടെന്ന് അയാളെ കൈയൊന്ന് അനക്കിയതും അവിടെ ചുവപ്പ് നിറത്തുള്ള ഒരു താമര പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നാണ് ചെൻ ശിക്ഷ ആ താമരയുടെ മുകളിലേക്ക് കയറിയത്. താമരയുടെ മുകളിലേക്ക് അയാൾ കയറിയതോടുകൂടി അയാളുടെ പവറും അങ്ങ് വർദ്ധിച്ചു. ഒരു ഭാഗത്ത് താമരയ്ക്ക് മുകളിലെ ചെൻ ശിക്ഷ, 2 വശത്തായി ആലിസ്റ്ററും പിന്നെ സിമ്രാനും. ഒരു കൊടും യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് സീതുവും ബാക്കിയുള്ള ആളുകളും മാർക്കിനൊപ്പം നിൽക്കുകയാണ്. അതിശക്തമായൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞതും ചെൻ ശിക്ഷയുടെ കപ്പാസിറ്റി അങ്ങ് കൂടിക്കൂടി വരികയാണ്. അയാളുടെ കപ്പാസിറ്റി കൂടുന്ന ആ നിമിഷത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി അവിടെ ഒരാൾ കൂടി രംഗത്തെത്തി. ചെൻ ശിക്ഷയെ സഹായിച്ചുകൊണ്ട് ഈ സമയത്ത് ഒരുപാട് ആ ക്രീപ്പികൾ മുകളിലേക്ക് കയറിയിരുന്നു. ചെൻ ശിക്ഷ ആ ക്രീപ്പുകളുമായി കണക്റ്റഡ് ആണെന്ന് തോന്നിയ നിമിഷത്തിൽ സകല സ്ഥലത്ത് ഒരു പ്രശ്നം രൂപപ്പെടുകയാണ്. ആലിസ്റ്ററിനും സിമ്രാനും അല്ലാതെ ഒരാൾക്കും ആ മേഖലയിലേക്ക് എത്താൻ കഴിയാത്ത ശൈലിയിൽ അവിടെ വൻ പ്രശ്നം രൂപപ്പെടുകയാണ്. ആ പ്രശ്നത്തെ അതിജീവിക്കുന്നത് ആ ക്രീപ്പികൾ മാത്രമാണ്. പിന്നെ ചെൻ ശിക്ഷയും ക്രീപ്പികളും ചേർന്ന് ആലിസ്റ്ററെയും സിമ്രാനെയും ഏതാണ്ട് വരിഞ്ഞു മുറുക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ആ ആള് കടന്നു വന്നത്. ആ ആള് കടന്നു വന്ന ആ നിമിഷത്തിൽ ആ ആളുടെ കയ്യിൽ ചെൻ ശിക്ഷയുടെ തല ഇങ്ങ് ഊരി വന്നു. ആ ആളെ കണ്ടെന്ന് ആരും ഉറക്കെ വിളിച്ചുപോയി, അത് കുലപതിയാണ്, നമ്പർ 1 കുലപതി. നേരത്തെ മാർക്ക് ഫെല്ലറുടെ ഡയലോഗ് കേട്ട് അവിടുന്ന് താഴേക്കിറങ്ങിയ നമ്പർ 1 കുലപതിയുടെ കയ്യിൽ ഇപ്പൊ ഇതാ ആ തലയിരിക്കുകയാണ്, ചെൻ ശിക്ഷയുടെ തല. പക്ഷെ ആ നിമിഷത്തിൽ ചെൻ ശിക്ഷയുടെ 2 ഹാർട്ടുകളും അതിവേഗം ആകാശത്തേക്ക് കുതിച്ചു. ആ ഹാർട്ടുകൾ ആകാശത്തെ കുതിച്ചു എന്ന് മാത്രമല്ല അവിടുന്ന് ഒരു പ്രത്യേക ദിശ ലക്ഷ്യമാക്കി ചലിക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ എൻറ്റയർ മേഖലയിൽ അനവധി മാറ്റങ്ങൾ ഉണ്ടായി. ആ ഹാർട്ടുകൾ നേരെ പോയത് ഷീ യാങ്ങിന്റെ ആ സെയിന്റ് കിങ്ഡത്തിലേക്കാണ്. ഷീ യാങ്ങിന്റെ സെയിന്റ് കിങ്ഡത്തിലേക്ക് ഇവിടെ ചെൻ ഷുവാങ്ങിന്റെ സെയിന്റ് കിങ്ഡത്തിലെ 2 ഹാർട്ടുകളിലൂടെ പാഞ്ഞു പോയതും ആ തല പോയ ആ ബുദ്ധ സന്യാസി പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ശരിക്കും അയാളുടെ തല ഒറിജിനലാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയാത്ത ശൈലിയിലാണ് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ നിമിഷത്തിൽ ശരിക്കും അതിശക്തമായ ഒരു ഫലകം അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഒരു കൂറ്റൻ ഫലകം. നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ഒരു മായയാണെന്ന് തോന്നുന്ന ശൈലിയിൽ ആ ഫലകം പ്രത്യക്ഷപ്പെട്ടതും കുലപതി ആലിസ്റ്ററോട് പറഞ്ഞു, ഒരുപാട് കാലങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതേ ബായി, ഒരുപാട് കാലങ്ങളായി. അങ്കിൾ ബായി എന്ന് എല്ലാവരും വിളിക്കുന്ന ആ ബായിയെ ആലിസ്റ്റർക്ക് നല്ല പരിചയം. അതുപോലെ തന്നെയാണ് സിമ്രാൻ കുലപതി കണ്ടതും കൈകൾ കൂപ്പി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്കിൾ ബായി വണക്കം. ഹേയ് സിമ്രാൻ, ഒരുപാട് നാളുകളായി കണ്ടിട്ട്. മറ്റേ ആളുകളെ നേരിടുന്നത് പോലെയോ പരിചയപ്പെടുന്നത് പോലെയോ അല്ല കുലപതിയുടെ ആ സമയത്തെ പെരുമാറ്റം.
അവർ 3 പേരും ആ മുന്നിലുള്ള ആ ഫലകത്തിലേക്കാണ് നോക്കുന്നത്. ആ ഫലകം ശരിക്കും ജ്വലിക്കുകയാണ്. ആലിസ്റ്റർ കുലപതിയോട് പറഞ്ഞു, ഏയ് ബായി, ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം കിട്ടുന്ന ചാൻസാണ്, നമുക്ക് ആ ഫലകം വേണം. അങ്ങനെ പറഞ്ഞ ആലിസ്റ്ററും കുലപതിയും മുന്നോട്ട് കുതിച്ചതും കൂടെ സിമ്രാനും മുന്നോട്ട് കുതിച്ചു. ആ 3 സംഘം ആ ഫലകത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിശക്തമായ പ്രഷർ അവരെ 3 പേരെയും പുറകോട്ട് തള്ളുകയാണ്. പക്ഷെ എത്ര പുറകോട്ട് തള്ളിയാലും കുലപതിയുടെ കൈക്ക് ആ പ്രഷറിനെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ പ്രഷറിനെ മറികടന്നുകൊണ്ട് കുലപതിയുടെ കൈ ആ ഫലകത്തിൽ ചെന്ന് പിടിച്ചു. ഈ നിമിഷത്തിൽ മാർക്കിനൊപ്പം നിൽക്കുകയായിരുന്ന ഫാറ്റി സിധു അയാളുടെ കയ്യിലിരിക്കുന്ന കുട മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. മുന്നോട്ട് കുതിക്കുന്നിടയിൽ അയാൾ മാർക്കിനോട് പറയും ചെയ്തു, മാർക്ക്, ആ കുടയ്ക്ക് ഈ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നീ എല്ലാവരും സംരക്ഷിച്ചോളുക. എന്റെ സംരക്ഷണത്തിന് എന്റെ കയ്യിൽ മാന്ത്രിക ആർട്ടിഫാക്റ്റ് ഉണ്ട്. കൂടെയുള്ള ഫാറ്റി സിധുവിന്റെ ബോഡി ഗാർഡുകൾക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയും മുമ്പ് ഫാറ്റി സിധു വായുവിലൂടെ മുന്നോട്ട് കുതിച്ചിരുന്നു. ശക്തമായ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. ഫാറ്റി സിധുവിന്റെ ആ കുട ഇല്ലായിരുന്നെങ്കിൽ മാർക്ക് ഉൾപ്പെടെ സകല ആളുകളും നേരത്തെ തന്നെ കഷ്ണം കഷ്ണമായി ചിതറിയനെ. ആ മാന്ത്രിക കുട അതിശക്തമായ ആ പ്രശ്നം അതിജീവിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ആ പ്രഷറിനെ അതിജീവിച്ചുകൊണ്ട് സിമ്രാനും അതുപോലെ കുലപതിയും ആലിസ്റ്ററും ആ ഫലകത്തിൽ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഫലകമാണെങ്കിൽ പിടികൊടുക്കാതെ ശക്തമായിട്ട് ആ 3 ആളുകളെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുലപതിയുടെ കൈ ആ ഫലകത്തിൽ തൊട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ആലിസ്റ്ററുടെയും സിമ്രാന്റെയും. ഈ സമയത്താണ് സാക്ഷാൽ സീതു ആ രംഗത്തേക്ക് എത്തുന്നത്. സീതുവിന്റെ ബോഡിക്ക് എങ്ങനെ ആ പ്രഷറിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ആർക്കുമില്ല. പക്ഷേ സീതുവിന്റെ ബോഡി ഗാർഡ് ടാൻസ് കൂടെയുള്ളവരോട് പറഞ്ഞു, സീതുവിന്റെ കയ്യിൽ ഒരു മാന്ത്രിക ആർട്ടിഫാക്റ്റ് ഉണ്ട്, പക്ഷെ അതിന് എത്ര നേരം പിടിച്ചേക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അയാൾ അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ടെൻഷനുണ്ട്. ആ യങ് മാസ്റ്റർ സീതു ആ സീതു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് ടാൻസും കൂടെയുള്ള ആ 2 ബോഡി ഗാർഡുകളുമാണ്. അതിൻ്റെതായ ടെൻഷൻ അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ആ കുട വിട്ട് പോകാനുള്ള കപ്പാസിറ്റിയുമില്ല. അവർ കുട വിട്ട് മുന്നോട്ട് കുതിച്ചാൽ ഉറപ്പായും അവർ കൊല്ലപ്പെടും. അത്ര പ്രഷറാണ് ചുറ്റും അനുഭവപ്പെടുന്നത്. ആ കുട എന്തുമാത്രം പവർഫുൾ ആണെന്ന് ഇപ്പൊ മാർക്കിനും കൂടുതലുള്ളവർക്കും അറിയാം. കാരണം ആ കുടയിൽ അടിക്കുന്ന പ്രഷർ അതുപോലെ മാർക്കിനും ടീമിലേക്കും വരുന്നുണ്ട്. ചാങ്ങും ആര്യനും അതുപോലെ മാർക്കും ടാൻസിന്റെ കൂടെയുള്ള 2 ആളുകളും മുന്നോട്ട് നോക്കുമ്പോൾ പ്രകാശവും അതുപോലെ കാറ്റും ആ കുഴിയുടെ മുകളിൽ ശക്തമായി അടിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ ഫലകത്തിനടുത്തേക്ക് ഫാറ്റി ഓടിയെത്തിയത്. ഫാറ്റി അവിടെ എത്തുമ്പോൾ കുലപതി ഫാറ്റിയെ കണ്ടു. കുലപതിയെ കണ്ടതും ഫാറ്റി കൈകൾ കൂപ്പി കുലപതിയോട് പറഞ്ഞു, അങ്കിൾ ബായി, ഞാൻ കൂടി സഹായിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഫാറ്റി സിധു ആ കല്ലിന്റെ അടുത്തെത്തുകയും ചെയ്തു. ആ ഫലകത്തിന്റെ ഒരു വശത്ത് ഫാറ്റി സിധു പിടികൂടിയെന്ന് പറയാം. 4 മൂലയിൽ 4 പേര് പിടികൂടിയതും ശക്തമായ ഒരു പ്രഷർ അവിടെ അനുഭവപ്പെട്ടു തുടങ്ങി. അതിശക്തമായ പ്രഷറാണ് ആ ഫലകം സ്വയം ആ 4 പേരിലും കൊടുക്കുന്നത്. ആ ഫലകത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി അത് ആരാണെങ്കിലും ശക്തമായ പ്രഷർ ആളുകളുടെ പുറത്തേക്ക് കൊടുത്തെങ്കിലും ആ 4 പേരും ആ ഫലകത്തിൽ ആഞ്ഞു പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഫലകം 4 കഷ്ണങ്ങളായി ചിതറി. 4 കഷ്ണങ്ങളായി ചിതറിയതും ഓരോ കഷ്ണം കയ്യിൽ കിട്ടിയ കുലപതിയും ആലിസ്റ്ററും അതുപോലെ സിമ്രാനും പെട്ടെന്ന് ശൂന്യതയിലങ്ങ് ലയിച്ചു. അവർ അതിവേഗം പിന്മാറിയെന്ന് പറയാം, അതോ അവർക്ക് അപ്രത്യക്ഷമായതോ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇപ്പോ ഫാറ്റി സിധുവും ഫലകവും മാത്രമാണ് അവിടെ. പെട്ടെന്നാണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. ഫാറ്റി സിധുവിനെ ആ ശൂന്യത വലിക്കുന്നത് പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. ആ നിമിഷത്തിൽ മാർക്ക് ട്രാൻസിന്റെ കയ്യിലേക്ക് കുട കൊടുത്തിട്ട് ഒരൊറ്റ കുതിപ്പ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലറുടെ നൈറ്റ് എനർജി മുഴുവൻ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ലൈറ്റനിങ് വേഗതയിൽ ഫാറ്റി സിധുവിന്റെ അടുത്തെത്തുകയും ഫാറ്റി സിധുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു കൈ ഫാറ്റി സിധുവിനെ പിടികൂടിയ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒറ്റയടിക്ക് ഫാറ്റി സിധുവിനെയും ആ കല്ലിനെയും ഒരുമിച്ച് തെറിപ്പിച്ചു. ഫാറ്റി സിധു ആ ഫലകം പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ദൂരേക്ക് ഫാറ്റി സിധു തെറിച്ചു വീണതും ആ കുടയുമായി അവിടേക്ക് ഓടിയെത്തിയ ടാൻസൻ കൂട്ടറും ഫാറ്റി സിധുവിനെ പെട്ടെന്ന് ആ കുടയ്ക്കുള്ളിലേക്ക് കയറ്റി. പക്ഷെ ആ നിമിഷത്തിൽ അവർ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറുടെ ബോഡി നിശ്ചലമായി ആ ക്ലിഫിന്റെ മുകളിലേക്ക് വീഴുന്നത്. മാർക്കിന്റെ സോളിനെ ആ ശക്തി വലിച്ചെടുത്തിട്ട് ബോഡി മാത്രമായി അവിടേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് നോക്കിയ ഫാറ്റി സിധുവും മുഴുവൻ ആളുകളും ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള പ്രഷർ അതിവേഗം അപ്രത്യക്ഷമായി. ഫാറ്റി സിധുവും ചാങ് ബാങ്ങും ആര്യനും അതിവേഗം ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്ത് ഓടിയെത്തി അവർക്ക്
വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. മാർക്ക് ഫെല്ലർ നിശ്ചലനാണ്. പിന്നീട് നമ്മൾ മാർക്കിനെ കാണുന്നത് ഈ സീതു കുടുംബത്തിലാണ്. സീതു കുടുംബത്തിലെ വിശാലമായ ഒരു കട്ടിലിന്റെ മുകളിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ കിടക്കുകയാണ്. മാർക്കിന്റെ അടുത്ത് അവരുടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. മറ്റൊരു മുറിയിൽ ആ ഹോളി ഡോക്ടർ എന്നറിയപ്പെടുന്ന മിസ് മെങ് ഉണ്ട്. യങ് മാസ്റ്റർ സീതു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവന്റെ അടുത്ത് നിൽക്കുന്ന പിതാവ് അവനോട് പറഞ്ഞു, ഏയ് ഇടാ, സാരമില്ല, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛാ, അതല്ല, മാർക്ക് എനിക്ക് വേണ്ടിയാ അവന്റെ ജീവൻ കളഞ്ഞത്. ഏയ്, നീ അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. അവന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ജീവന്റെ ഒരു അംശം ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് അത് തിരിച്ചു പിടിക്കും. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.